ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM-നെ ആകെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ N. വാസുവിന്റെ അറസ്റ്റ്. ഒരു ഉദ്യോഗസ്ഥൻ എന്നതിലുപരിയായി CPM-മായി അത്രമേൽ ചേർന്ന് നിൽക്കുന്ന ആളാണ് വാസു. പല അവസരങ്ങളിലും വാസുവിന് പദവികൾ നൽകാൻ CPM ഒരിക്കലും മടി കാണിച്ചിട്ടുമില്ല. 2006 മുതൽ 2011 വരെ PK ഗുരുദാസൻ മന്ത്രിയായിരുന്നപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായും CPM നിയോഗിച്ചത് N. വാസുവിനെയായിരുന്നു. പിന്നാലെയാണ് ദേവസ്വം ബോർഡിലേക്കുള്ള വാസുവിന്റെ കടന്നുവരവ്. 2 തവണ ദേവസ്വം കമ്മീഷണറായി ദേവസ്വം ബോർഡ് വാസു അടക്കി ഭരിക്കുകയായിരുന്നു. അതിന് സഹായകരമായത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അടുപ്പം തന്നെയാണ്. 2019 സ്വർണ്ണക്കൊള്ള നടത്തിയതിൽ ഗൂഢാലോചന വ്യക്തമായ കാര്യമാണ്. തങ്കത്തിൽ പൊതിഞ്ഞതാണ് എന്നത് പരസ്യമായി കാര്യമായിട്ടും ശബരിമല ശ്രീകോവിലിൽ നിന്ന് അഴിച്ചെടുത്ത പാളികൾ ചെമ്പെന്ന് N. വാസു രേഖപ്പെടുത്തി. ഇത് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ഉദ്യോഗസ്ഥരായ മുരാരി ബാബുവും സുധീഷ് കുമാറും മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിലേക്ക് അന്വേഷണം എത്തിയത്. ഇനിയെങ്കിലും വാസുവിനെ കസേരയിട്ട് ഇരുത്തിയവർ മൗനം പാലിക്കാതെ മറുപടി പറയണം. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ തൗഫീഖ് രാജൻ കോൺഗ്രസിൽ നിന്ന്, LR വിനയചന്ദ്രൻ ഇടത് നിരീക്ഷകൻ, BJP നേതാവ് P. കൃഷ്ണദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ AG ജോർജ് എന്നിവരാണ്. ആദ്യം കോൺഗ്രസ് നേതാവിലേക്ക് ശ്രീ തൗഫീഖ് രാജൻ. N. വാസുവിന്റെ അറസ്റ്റ് കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? പ്രധാനമായ പ്രമാദമായ തെളിവുകൾ കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയാണ് N. വാസു. ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ N. വാസു എന്ന് പറയുന്നത് കേവലം ഒരു ഉദ്യോഗസ്ഥനല്ല, അതിനപ്പുറത്തേക്ക് CPM-മായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ആളാണ്. അത്രമേൽ CPM-ന് പ്രിയപ്പെട്ടവനായ ഒരാളാണ് N. വാസു. പല അവസരങ്ങളിലും വാസുവിന് പല വിധത്തിലുമുള്ള പദവികൾ CPM നൽകാൻ മടി കാണിച്ചിട്ടുമില്ല. എങ്ങനെയാണ് ഈ അറസ്റ്റിനെ കാണുന്നത്? എത്രത്തോളം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായകമാണ്? മേഘ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന N. വാസു, അദ്ദേഹത്തെ ഇന്ന് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അദ്ദേഹത്തെ അല്പസമയത്തിനകം റാന്നി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമാണ്. വാസു ഒരു ചെറിയ മീൻ മാത്രമല്ല, വമ്പൻ സ്രാവാണെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളും തെളിവുകളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉടനീളം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ വാസു അതിൽ പെട്ടിരിക്കുന്ന ഒരു ചെറിയ കണ്ണി മാത്രമാണ്. ഇനി വലിയ തലത്തിലേക്ക്, വലിയ അന്വേഷണത്തിലേക്ക് ഈ വിഷയം പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, മേഘയ്ക്ക് അറിയാമല്ലോ, കേരള ചരിത്രത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ ആ പദവിയിലേക്കാണ് ഇപ്പോൾ സാക്ഷാൽ N. വാസു എത്തിച്ചേരുന്നത്. അതായത് ഇതിനു മുമ്പെങ്ങും എന്റെ അറിവ് ശരിയാണെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്, എനിക്ക് ലഭിക്കുന്ന വിവരം. അതിനപ്പുറത്തേക്ക് അതും എന്തിനാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഏറ്റവും സുപ്രധാനമായ ക്ഷേത്രം, ലോകമറിയുന്ന ശബരിമല പോലുള്ള പുണ്യഭൂമിയുടെ സ്വത്ത്, അയ്യപ്പന്റെ സ്വർണം, അത് മോഷ്ടിച്ച് വിറ്റ് കോടികൾ കൈപ്പറ്റിയ കേസിലാണ് ഇത്തരത്തിൽ ഈ N. വാസുവിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഇവിടെ അദ്ദേഹം ഇരുന്ന ഒരു പദവി, അത് അദ്ദേഹം ആ പദവിയുടെ മഹത്വം തിരിച്ചറിയാതെ പോയതിന്റെ വീഴ്ചയാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയതെന്ന് നമുക്ക് വിലയിരുത്താം. അതിനപ്പുറത്തേക്ക് ചില CPM നേതാക്കളുടെ, ചില CPM ഉന്നതരുടെ പങ്ക് അതടക്കം ഇനി വരും ദിവസങ്ങളിൽ വ്യക്തമാകേണ്ടതുണ്ട്. അതായത് ഇവിടെ ഞാൻ മുൻപ് സൂചിപ്പിച്ചു, ചില മഹാരഥന്മാർ ഇരുന്നിട്ടുള്ള കസേരയാണ്. മന്നത്ത് പത്മനാഭനെ പോലെ, ബഹുമാനായിട്ടുള്ള R. ശങ്കറെ പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറിയ R. ശങ്കർ, പിൽക്കാലത്ത് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറി. NSSന്റെ ആചാര്യൻ, NSSന്റെ സ്ഥാപകൻ ബഹുമാനനായ മന്നത്ത് പത്മനാഭൻ ഇരുന്ന കസേരയാണ്. ആ കസേരയിൽ ഇരുന്ന ഒരാളാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ആ പദവിയുടെ തന്നെ മൂല്യം കെടുത്തുന്ന തരത്തിലാണ് ഈ CPM നേതാക്കളുടെ ചെയ്തികൾക്ക് കൂട്ടുനിന്നതിന്റെ പേരിൽ N. വാസുവും കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ വളരെ കൃത്യമാണ് മേഘ, N. വാസുവിനെ നിയമിച്ചത് ആരാ? സർക്കാരും CPM-ഉം. N. വാസു ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ഈ N. വാസുവിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിലൂടെ ദേവസ്വം ബോർഡിലേക്കും ദേവസ്വം ബോർഡിലെ മറ്റ് ഉന്നതരിലേക്ക് അടക്കം അന്വേഷണം പോകേണ്ടതായിട്ടുണ്ട്. അത് കേവലം
ഉദ്യോഗസ്ഥരെ മാത്രം പെടുത്തി അന്വേഷണത്തിന്റെ ഭാഗമായി പെടുത്തി, മറിച്ച് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച CPM നേതാക്കളെ രക്ഷപ്പെടുത്താമാണ് മോഹമെങ്കിൽ, ഞാൻ മുൻപ് കഴിഞ്ഞ ചർച്ചയിൽ അടക്കം സൂചിപ്പിച്ചു, അന്വേഷണത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് 18 അടവുകൾ പ്രയോഗിച്ചാലും എൻ വാസുവിനെ അല്ല, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആരെയും 18ാം പടിക്ക് മുകളിലിരിക്കുന്ന സാക്ഷാൽ കലിയുഗ വരദനായ അയ്യപ്പൻ ഈ കാട്ടുകള്ളന്മാരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നുള്ളത് ഇതിനോടകം തന്നെ ഇവർക്ക് വ്യക്തമായി കാണും എന്നുള്ളതാണ് വിശ്വാസം. ഞാൻ അടക്കമുള്ള ആളുകൾ ശബരിമലയിൽ പോയിട്ടുള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ട് എന്റെ ജില്ലയിലാണ് ശബരിമല. ഞങ്ങളടക്കം മതേതരത്വത്തിന്റെ കേന്ദ്രമായി വിലയിരുത്തുന്ന വലിയ വിശ്വാസി സമൂഹമുള്ള ശബരിമല പോലുള്ള പുണ്യഭൂമിയെ തച്ചു തകർക്കാൻ, അതും ദ്വാരപാലക വിഗ്രഹങ്ങൾ അടക്കം, അയ്യപ്പന്റെ പീഠമടക്കം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി CPM-ന്റെ നിർദ്ദേശപ്രകാരം അത് വിറ്റ് തുലച്ച് കോടികൾ കൈപ്പറ്റിയ മെയിൻ ഇടപാടുകാരൻ, ആ ഇടപാടുകാരനാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതിന് അപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾ ഇനിയും ആ വലയിൽ പെടാനുണ്ട്. ശരിയായ രീതിയിൽ SIT-യുടെ അന്വേഷണം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് SIT-യുടെ അന്വേഷണം നടക്കുന്നത്. ശരിയായ ദിശയിലാണ് ഈ അന്വേഷണത്തിന്റെ പോക്കെങ്കിൽ ഇത് ചെന്നെത്തി നിൽക്കുക അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കും ഇപ്പോൾ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന N വാസുവിലേക്കും ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇതിന്റെ ഷെയർ അത് ഈ ദേവസ്വം മന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കൈപ്പറ്റിയിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, അതായത് താങ്കളോ ഞാനോ ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കുമ്പോ ശബരിമല ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ടുള്ള സ്വർണ്ണപ്പാളികൾ, ഇല്ലെങ്കിൽ ദ്വാരപാലക വിഗ്രഹങ്ങൾ, ഇല്ലെങ്കിൽ പീഠങ്ങൾ, അത് സ്വർണ്ണപ്പാളികളായിരുന്നത് എങ്ങനെ ചെമ്പുപാളികളാക്കി എന്ന് രേഖപ്പെടുത്താൻ ഈ ഉദ്യോഗസ്ഥർക്ക് ധൈര്യം കിട്ടുമോ? ശബരിമലയിലെ ബോഡി ഏതാണ്? ദേവസ്വം ബോർഡാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ടാണ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുക. അതിനപ്പുറത്തേക്ക് ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അറിയാതെ, ദേവസ്വം ബോർഡിന്റെ മെമ്പർമാർ അറിയാതെ ഈ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിച്ചു എന്ന് പറയുമ്പോ, ഇതൊക്കെ ഉണ്ടാക്കി എന്ന് പറയുമ്പോ, സ്വാഭാവികമായിട്ടും ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. പച്ചവെള്ളം കുടിക്കുന്ന ആർക്കും ഇതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. ജൂലൈ 19, 20 തീയതികളിലാണ്, മേഘയ്ക്ക് അറിയാമല്ലോ, ഈ സ്വർണം ഇളക്കിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. 39 ദിവസം കഴിഞ്ഞ് ഏകദേശം ഓഗസ്റ്റ് 29-ാം തീയതിയോട് കൂടിയാണ് ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 2 കാര്യങ്ങളാണ് ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവസരം ലഭിച്ചത്. എന്തിനാണ്? പണം ഉണ്ടാക്കാൻ. എങ്ങനെയാണ് പണം ഉണ്ടാക്കാൻ? ഈ പറഞ്ഞ 24 ക്യാരറ്റ്, അതായത് വിജയ് മല്യ കൊടുത്തിട്ടുള്ള 24 ക്യാരറ്റ് ഒറിജിനൽ സ്വർണം, അതിൽപ്പെട്ട അയ്യപ്പന്റെ വിഗ്രഹങ്ങൾ, അതായത് ദ്വാരപാലക വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങൾ കട്ടുമുടിക്കാൻ അതിനുവേണ്ടിയുള്ള സമയം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. രണ്ടാമതായി അതിന് ഡ്യൂപ്ലിക്കേറ്റ്, ഇപ്പോൾ ശബരിമലയിൽ അടക്കം സ്ഥാപിച്ചിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ, പണം ഉണ്ടാക്കാൻ സമയം ലഭിച്ചു കൊടുത്തു, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ സമയം കൊടുത്തു. അതാണ് ഇവിടെ സ്വാഭാവികമായിട്ടും ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി ഈ ദ്വാരപാലക വിഗ്രഹങ്ങളും ഇതിന്റെ വാതിലുകളും, ഇവ നമുക്കറിയാലോ, ഞാൻ മുൻപ് സൂചിപ്പിച്ചു, വിജയ് മല്യയാണ് ഇത്തരത്തിൽ സ്പോൺസർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ഈ വിജയ് മല്യ സ്പോൺസർ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോ ഇതിന്റെ ഒറിജിനൽ എവിടെ എന്നുള്ള സാഹചര്യമല്ല ഇവിടെയുള്ളത്. സ്വാഭാവികമായിട്ടും ഇതിന്റെ ചർച്ചകൾ പോകുമ്പോ, ഇതിന്റെ അന്വേഷണങ്ങൾ പോകുമ്പോ, ഇന്നീ നിമിഷം വരെ എന്റെ അറിവ് ശരിയാണെങ്കിൽ, ബഹുമാനപ്പെട്ട AG ജോർജ് സാർ അടക്കം ഈ വിഷയത്തെ പറ്റി കൃത്യമായി വീക്ഷിക്കുന്ന ആളുകളാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്നീ നിമിഷം വരെ എവിടെയാണ് ആ യഥാർത്ഥ ദ്വാരപാലക വിഗ്രഹങ്ങൾ? എവിടെയാണ് ഇതിന്റെ യഥാർത്ഥ വാതിൽ? അതിന് ഉത്തരം പറയാൻ ഇതുവരെ ദേവസ്വം ബോർഡിനോ ബന്ധപ്പെട്ട സർക്കാരിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. വ്യക്തമാണ്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ LR വിനയേന്ദ്രൻ, സിനിമാ കഥകളെ പോലും വെല്ലുന്ന രീതിയിലാണ് ശബരിമല സ്വർണ്ണ കവർച്ച നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ദേവസ്വം ബോർഡിലെ ഉന്നതരടക്കം അറിഞ്ഞ. പുറത്തുനിന്ന് വന്ന ഒരാൾ പട്ടാപ്പകൽ സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയി സ്വർണം അടിച്ചു മാറ്റുകയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ സിനിമയിൽ പോലും 1-2 വില്ലന്മാരെ ഉള്ളൂ. പക്ഷേ ഇവിടെ സർക്കാർ സംവിധാനം ഒന്നടങ്കം ഒരു കവർച്ചയ്ക്ക് കൂട്ടുനിൽക്കുന്നതായാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. സ്വർണം പൂശാണെന്ന പേരിൽ ഭക്തജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത കോടികളുടെ കഥ വേറെയുമുണ്ട്. ഇതാ നോക്കി, ഇപ്പോൾ N വാസുവിന്റെ അറസ്റ്റ് അത് വലിയ തരത്തിൽ നിർണായകമാവുകയുമാണ്. ഈ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ N വാസുവിനോടടക്കം അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിനിധികളോടടക്കം ചോദിക്കുമ്പോൾ തനിക്കൊന്നും അറിയില്ല, തങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിച്ച് കാണുകയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് ഒഴിയുകയായിരുന്നു. N വാസുവിന്റെ അറസ്റ്റ് ഉണ്ടായപ്പോൾ CPM സ്വാഭാവികമായും അതിന് ധാർമ്മികപരമായ ഉത്തരവാദിത്തമുണ്ട്, അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം CPM-ന് വന്നു ചേർന്നിരിക്കുകയുമാണ്. അതായത് ഈ ഒരു ഉദ്യോഗസ്ഥൻ എന്നതിനപ്പുറത്തേക്കാണ്
CPM എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരാളാണ് എൻ വാസു. അത്തരത്തിൽ കേവലം ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ല, ദേവസ്വം ബോർഡ് കമ്മീഷണറാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന നിലയിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വളർച്ച എന്നടക്കം, അതായത് CPM പടിപടിയായി കൊടുത്ത വളർച്ചയായിരുന്നു, അല്ലെങ്കിൽ സ്ഥാനക്കയറ്റങ്ങളായിരുന്നു എൻ വാസുവിൻ്റെത്. അപ്പോൾ ഈ ഘട്ടത്തിൽ CPM-ന് മറുപടി പറഞ്ഞേ മതിയാകൂ. മേഘ, ഇവിടെ നമ്മളിന്ന് 4:30 മണി വരെയും കേട്ടുകൊണ്ടിരുന്നത് ശ്രീ എൻ വാസുവിന് മേൽ ഒരു പരുന്തും പറക്കില്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ശ്രീ എൻ വാസുവിനെ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ അറസ്റ്റ് ചെയ്തപ്പോൾ ഇനി പറയുന്ന എന്താണ്, ഇപ്പോൾ സർക്കാരാണ് പ്രശ്നം, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പ്രശ്നം, അല്ലെങ്കിൽ വിശിഷ്യ CPIM ആണ് പ്രശ്നം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് പ്രശ്നം എന്നുള്ള തരത്തിലേക്ക് വന്നു. ഇന്നലെ വരെ പറഞ്ഞ എന്താണ്, അല്ലെങ്കിൽ ഇന്ന് 4:30 വരെയും പറഞ്ഞുകൊണ്ടിരുന്നത് ശ്രീ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യില്ല എന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചയിൽ ഇവിടെ വന്നപ്പോൾ ഈ കാര്യം പറഞ്ഞതാണ്. ഒരു ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ അവർ ആരായിരുന്നാലും വെള്ളം കുടിക്കും. അപ്പോൾ പറഞ്ഞത് പഴമൊഴിയാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്തത്. ഇവിടെ ശ്രീ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം നേരത്തെ പറഞ്ഞു എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്ത് ദേവസ്വം ബോർഡിലേക്ക് താൻ കൈമാറി. ഇത് കൊണ്ടുപോകുന്ന സമയത്ത് താൻ അവിടെ ഉണ്ടായിരുന്നില്ല. ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് തനിക്ക് അല്ലെങ്കിൽ തനിക്ക് അറിവില്ല, താനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി ഇവിടെ സർക്കാർ അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകൾ ഇടപെടുകയാണെങ്കിൽ, ആഭ്യന്തര വകുപ്പ് ഇടപെടുകയാണെങ്കിൽ ഇതിനെയൊക്കെ മാറ്റി മറിച്ചൊക്കെ കൊണ്ടുപോകാമായിരുന്നല്ലോ. കോടതിയുടെ നിരീക്ഷണവും ഉണ്ട്. കോടതി പറഞ്ഞിരിക്കുന്ന എന്താണ്, അന്താരാഷ്ട്ര തരത്തിലുള്ള ആളുകളുടെ കൂടെ ഇവരെയും ഉൾപ്പെടുത്താമെന്ന് കോടതിയുടെ നിരീക്ഷണമുണ്ട്. ആരെയും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുമൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട്. ഇനി അന്താരാഷ്ട്ര കള്ളന്മാർ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളതും ഇത് ഈ പ്രശ്നം തുടങ്ങുന്നത് തൊട്ട് നമ്മളിങ്ങോട്ട് കൂട്ടി വായിക്കേണ്ടതുണ്ട് മേഘ. കാര്യം ഈ ഒരു ശില്പപീഠം കണ്ടെടുക്കുന്നത് മുതലാണ് ഇങ്ങോട്ടുള്ള ബന്ധങ്ങൾ. അപ്പോൾ അദ്ദേഹം കൊടുത്ത മൊഴിയെ അടിസ്ഥാനമാക്കി പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ആരൊക്കെ കൊടുത്ത മൊഴികളാണ്? 2 പേര് കൊടുത്തിട്ടുള്ള മൊഴികളാണ്. ആരാണ്? മുരാരി ബാബു കൊടുത്തിട്ടുള്ള മൊഴിയും സുധീഷ് അദ്ദേഹവും കൊടുത്തിട്ടുള്ള മൊഴികളാണ്. അപ്പോൾ ഇവർ ഒരു പക്ഷേ ഇതിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൂട്ടി വായിക്കേണ്ടതായി വരും. എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന് ഭരിക്കുന്ന സർക്കാരിൻ്റെ ഇടയിലേക്കോ അല്ലെങ്കിൽ CPIM-ൻ്റെ തലയിലേക്കോ ചാർത്തുന്ന കാര്യങ്ങളല്ല ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ബൈജു എന്ന് പറയുന്ന അദ്ദേഹം ഏത് സംഘടനയുടെ ആളായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. അടുത്ത ഉള്ളൊരാൾ സുധീഷ്, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി, അദ്ദേഹത്തെ പോറ്റി എന്നൊക്കെ വിളിക്കാമെന്നുള്ള ആശങ്കയിലാണ് പോറ്റി സമൂഹം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെല്ലാം ഈ കേസ് തുടങ്ങുന്നത് എവിടെയാണ് എന്നുള്ളതും ഇവർ കൊടുത്തിട്ടുള്ള മൊഴികൾ എന്താണെന്നുള്ളതും നമ്മൾക്ക് കൂട്ടി വായിക്കേണ്ടതായി വരും. ഇനി അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട്, ഇനി അടുത്ത ദ്വാരപാലക ശില്പത്തിൻ്റെ കാര്യത്തിൽ അന്ന് ദേവസ്വം പ്രസിഡൻ്റ് ഇരുന്ന ആളെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ അദ്ദേഹം നമ്മുടെ കോൺഗ്രസിൻ്റെ വക്താവ് പറയും പോലെ ഇന്നത്തെ ആൾ, അത് അദ്ദേഹത്തിൻ്റെ ആൾ തന്നെയായിരുന്നു പണ്ട്, അദ്ദേഹത്തെ കോടതി പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അദ്ദേഹം പരാമർശിച്ചു പോയ അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. കാര്യം ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ പരിപാവനത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് ചർച്ചകൾ കൊണ്ടുപോകുന്നതെന്നാണ്. ഞാൻ ഇവിടുത്തെ ചാനൽ ചർച്ചയെക്കുറിച്ചൊന്നല്ല പറയുന്നത്, പൊതു ചർച്ചകൾ പോകുന്നത് ആ വഴിക്കാണ് എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതിൻ്റെയൊക്കെ അട്ടിപ്പേർ അവകാശികളായി പറയുന്നവരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരതിൻ്റെ അഭിപ്രായം പറഞ്ഞു പോകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 3-ാം പ്രതിയെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഉദ്യോഗസ്ഥയായ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉടനെ തന്നെ ഇതിൻ്റെ കോടതി ഇതിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടും വരും. അതിലേക്ക് അടുത്ത ദ്വാരപാലക ശില്പപാളിയുടെ കാര്യത്തിലായിരുന്നാലും പ്രതിയായിട്ടുണ്ടെങ്കിൽ, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷ ഏറ്റുവാങ്ങുമെന്നുള്ളതിന് സംശയമില്ല. ഇവിടെ സർക്കാർ ഒരു രീതിയിലും ഇടപെടുന്നില്ല എന്നുള്ളതിന് തെളിവ് തന്നെയാണ് ഇന്ന് ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യില്ല എന്നും ഒക്കെയാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പറഞ്ഞത്. അതിനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ തെറ്റുകാരുടെ കൂടെ ഒരിക്കലും സർക്കാരിന് നിൽക്കാൻ കഴിയില്ല. കാര്യം ഒരിക്കൽ
ഇതിലിടപെട്ട് പ്രശ്നമായതാണ്, അത് തിരുത്തിക്കൊണ്ട് പോയതാണ്. വീണ്ടും വീണ്ടും ആ തെറ്റിലേക്ക് തന്നെ സർക്കാർ പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശ്രീ LR വിനേന്ദ്രൻ, അങ്ങ് സൂചിപ്പിച്ചു എല്ലാ കാര്യങ്ങളും CPM-ന് മേൽ വന്നു ചേർന്നിരിക്കുകയാണ്, മറുപടി പറയേണ്ട ബാധ്യതയുണ്ടോ എന്നടക്കം. പക്ഷേ നോക്കൂ, N വാസുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാളല്ല. കേവലം ഈ ദേവസ്വം ബോർഡിലെ സാധാരണ ജീവനക്കാരനുമല്ല, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതായത് ദേവസ്വം ബോർഡിന്റെ LDF ഭരണസമിതി നിയോഗിച്ച ഒരു പ്രതിനിധി, രാഷ്ട്രീയ നിയമനമാണ് ശ്രീ N വാസുവിൻ്റേത്. അപ്പോൾ സ്വാഭാവികമായും N വാസുവിൻ്റെ അറസ്റ്റ് ഉണ്ടാകുമ്പോൾ അത് ധാർമ്മികപരമായ ഉത്തരവാദിത്വം CPM-നുണ്ട്, അതിന് മറുപടി പറയേണ്ട ബാധ്യത CPM-നുണ്ട്, സർക്കാരിനുണ്ട്. പക്ഷേ അതൊന്നും ചെയ്യാതെ ഇത്രയും നാൾ നോക്കൂ, 3-ാം പ്രതിയാണ് N വാസു. പക്ഷേ SIT-യുടെ അന്വേഷണം 4-ാം പ്രതിയിലേക്കും ഒക്കെ പോയി. പക്ഷേ ഇത്രയും ദിവസമായിട്ടും ആ ഒരു വൈകലുണ്ടല്ലോ, 3-ാം പ്രതിയിലേക്ക് N വാസുവിലേക്ക് ഇതുവരെ കാര്യങ്ങൾ എത്തിയിരുന്നില്ല. അവിടെയാണ് 4-ാം പ്രതിയിലേക്കും മറ്റ് പ്രതികളിലേക്കൊക്കെ അന്വേഷണം നീങ്ങിയത്. എന്തുകൊണ്ടാണ് ഇത്രയും കാലം, അല്ലെങ്കിൽ 2 മാസം കഴിയുന്ന 2 മാസത്തിലേക്ക് അടുക്കുന്ന സാഹചര്യത്തിലും എന്തുകൊണ്ടാണ് N വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യപ്പെടാതിരുന്നത് അന്വേഷണ സംഘം എന്ന പ്രതിപക്ഷം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച്, അതായത് N വാസു തുടക്കത്തിൽ സൂചിപ്പിച്ചത് എന്തായിരുന്നു? അതായത് എൻ്റെ അടുത്തേക്ക് വന്ന കമ്മ്യൂണിക്കേഷൻ ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫോർവേഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ പേരുകളടക്കം മാറിപ്പോകുന്നത്? അങ്ങനെ സ്വാഭാവികമായ സംശയങ്ങൾ ഇതിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ശ്രീ LR വിനയചന്ദ്രൻ. ശ്രീ മേഘ, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാതെ ഇരുന്നില്ല. അദ്ദേഹം ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ള മറുപടികളുണ്ട്. ആ മറുപടി അന്ന് കേട്ടിട്ടായിരിക്കാം SIT അദ്ദേഹത്തെ പുറത്തേക്ക് വിട്ടത്. അപ്പോൾ പറഞ്ഞ എന്താണ്? ഇദ്ദേഹം വലിയ സ്രാവാണ്, ഇദ്ദേഹത്തെ പിടിക്കാൻ പറ്റില്ല, ഇദ്ദേഹത്തിന് മേലൊന്നും പറക്കില്ല, അദ്ദേഹത്തെ ഇനി നമുക്ക് അറസ്റ്റ് ചെയ്യുന്നത് കണ്ടിരിക്കാം എന്നൊക്കെ പറഞ്ഞു. അതാണ് പറഞ്ഞത്. ഈ 4 പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഈ ഫ്ലോറിൽ പോലും ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. ശ്രീ N വാസുവിനെ തൊടില്ല എന്ന് തന്നെയാണ് ചർച്ചകളെല്ലാം നടന്നത്. ഇപ്പൊ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ പറയുന്നത് എന്താണ്? ഇനിയിപ്പോ ഇല്ല മേഘ, ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അതാണ് പറഞ്ഞത്, ഞാൻ അതിലേക്കൊന്നും പോകാതിരുന്നതാണ്. ഇത് ഈ തിരുവാഭരണ കമ്മീഷണറായിട്ട് ഉള്ളയാൾ ആരാണ് എന്നറിയാം. ആര് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നപ്പോൾ അവിടെ ഗൺമാനായിരുന്ന ആളാണെന്നറിയാം. അപ്പോൾ അവർ കൊടുക്കുന്ന മൊഴി ഇദ്ദേഹത്തെ കൂടി കുരുക്കാനുള്ളതാണോ എന്ന് നമുക്കെങ്ങനെ അറിയാൻ കഴിയും? അന്വേഷണം നടക്കട്ടെ എന്നേ, അതാണ് പറഞ്ഞത്. ഇതിൻ്റെ ആധികാരികതയിലേക്ക്, അല്ലെങ്കിൽ ഈ കേസ് എവിടെയാണ് തുടങ്ങുന്നത് എന്നത് വരെ ഇപ്പോൾ ജയകുമാർ സാർ അവിടേക്ക് പോകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഒരു ഭക്തൻ്റെയും നാണയത്തൊട്ടുകളിൽ കൈവെക്കുവാൻ ആരെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ മുമ്പത് നടന്നിട്ടുണ്ടോ എന്ന്. അദ്ദേഹത്തിൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം CM ആണ് അദ്ദേഹത്തിൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട് ഒരു ഭക്തൻ്റെയും നാണയത്തൊട്ടുകളിലേക്ക്. മേഘ, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ മാറി വരുന്ന മേഘ, അങ്ങനെ പറഞ്ഞു പോകരുത്. നമ്മുടെ തിരുവനന്തപുരത്തുള്ളയാൾ അല്ല, ഞാനും കൂടി ബഹുമാനിക്കുന്നയാൾ, അദ്ദേഹം ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുജനുമായുണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ശബരിമലയിൽ വിവാദങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്ന ആദ്യമായിട്ടല്ല. അങ്ങനെ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ അവസാന ചർച്ചയിൽ എനിക്ക് തോന്നുന്നു സാദിഖ് സാറാണെന്ന് ഒന്ന് പറഞ്ഞു പോയത്, അയ്യപ്പൻ ഇവരെ ശിക്ഷിച്ചോട്ടെ എന്ന് പറഞ്ഞു പോകുന്നു. ഇല്ല മേഘ, അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയില്ല. ഇവരുടെയൊക്കെ ഒരു മുൻ ചരിത്രം, ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളിന്റെയും മുരാരി ബാബുവിന്റെയും സുധീഷ് കുമാറിന്റെയൊക്കെ പൂർവ്വ ചരിത്രത്തിലേക്ക് അങ്ങൊന്ന് കണ്ണോടിക്കണം. ആ പൂർവ്വ ചരിത്രത്തിൽ നിന്നിട്ട് വേണം ഈ എല്ലാറ്റിനും ഉത്തരവാദി ഇന്ന് അറസ്റ്റ്
ചെയ്തിരിക്കുന്ന ശ്രീ എൻ വാസുവാണ് എല്ലാത്തിനും കാരണക്കാരൻ എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല മേഘ. അതൊരിക്കലും യോജിക്കാൻ കഴിയില്ല. ഇവരുടെ ഈ പിടിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം പൂർവ്വ ചരിത്രം കൂടി അങ്ങൊന്ന് പരിശോധിക്കണം. ഈ പൂർവ്വ ചരിത്രം കൂടി അങ്ങൊന്ന് പരിശോധിക്കണം. ഞാൻ ഇതിലേക്കൊന്നും കടക്കണമെന്ന് വിശ്വസിച്ചല്ല, അന്താരാഷ്ട്ര കള്ളന്മാരാണെങ്കിൽ അവർക്ക് വിലങ്ങാണിക്കട്ടെ. ഞാനും അവിടെ പോയിട്ടുണ്ട്, എൻ്റെ കയ്യിലുള്ള നാണയത്തൊട്ടുകൾ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. അതൊന്നും നഷ്ടപ്പെടുത്തില്ല എന്ന് 14-ാം തീയതി ചാർജ് എടുക്കാൻ പോകുന്ന ഒരാൾ പറയുമ്പോൾ ശബരിമല പോലെയുള്ള ഒരു പരിപാവനമായ ക്ഷേത്രത്തെ, ഞാൻ വിശ്വാസി തന്നെയാണ്, ആ ക്ഷേത്രത്തെ അലങ്കോലപ്പെടുത്താനുള്ള ഒരു ശ്രമം ഇതിന് പിന്നിൽ നടക്കുന്നില്ലേ എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയോ അല്ല പറയുന്നത്. താങ്കൾ ഇതൊന്ന് പരിശോധിച്ചിട്ടില്ലേ? എന്തൊക്കെയാണോ പറയുന്നത്? എന്തൊക്കെയാണോ പറയുന്നത്? ആദ്യമായിട്ടല്ലല്ലോ ഈ ഫ്ലോറിൽ വന്നിരിക്കുന്നത് മേഘ. കഴിഞ്ഞ 10 വർഷമായി ചാനൽ ചർച്ചയിൽപ്പെടുന്ന ആളാണ്. ഇതൊരു കുട്ടിയോട് പറയുന്നത് പോലെ. അല്ല, ഇവരുടെ ഒന്നും പൂർവ്വ ചരിത്രം അങ്ങേക്ക് അറിയില്ലേ? ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ ഒന്നും പൂർവ്വ ചരിത്രം അങ്ങേക്ക് അറിയില്ലേ? പൂർവ്വ ചരിത്രം അങ്ങേക്ക് അറിയില്ലേ? അല്ല, UDF ഭരിക്കുന്ന കാലത്ത് ദേവസ്വം ബോർഡ് ആരും ഭരിച്ചിട്ടില്ലേ? ഇവരുടെ പൂർവ്വ ചരിത്രം അങ്ങേക്ക് അറിയില്ലേ? അങ്ങേക്ക് ഇത് മാത്രമാണ് പറയാനുള്ളത്. ഈ ചർച്ചയുടെ തുടക്കം മുതൽ പൂർവ്വചരിത്രം അറിയില്ലേ, പൂർവ്വചരിത്രം അറിയില്ലേ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താണ് മറുപടി പറയേണ്ടത്? അങ്ങ് പറയുന്നത് എൻ വാസുവാണ് ഇവിടുത്തെ സ്രാവ് എന്ന് പറഞ്ഞ് ഇതുവരെയും ചർച്ച ചെയ്യപ്പെടുകയും ഇന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഇനിയിപ്പോ മുഖ്യമന്ത്രിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ പോകുന്നത്. നമ്മൾ ഒരു ഫ്ലോറിലല്ലേ ഇരിക്കുന്നത്? അങ്ങേക്ക് ഞാൻ പറയുന്നത് കേൾക്കാമോ? കേട്ടിട്ടാണ് മറുപടി പറഞ്ഞത്. അല്ല, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. എന്നെ പറയിപ്പിക്കാതെ അങ്ങ് ഇങ്ങനെ പറഞ്ഞു പോയാൽ ഞാൻ എന്താണ് പറയൂ. അങ്ങ് എപ്പോഴും ഞാൻ വരുമ്പോഴൊക്കെ ഈ പ്രശ്നമാണല്ലോ അങ്ങേക്ക്. എന്താണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ തീരുമാനിച്ചോളും. അങ്ങ് എന്നെ ഒരു വാക്ക് പോലും ഒരു വരി പോലും സംസാരിക്കാൻ കഴിയാത്ത രീതിയിൽ അങ്ങ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അങ്ങയുടെ അങ്ങ് പറയുന്നത് വിയോജിപ്പുണ്ട്. അല്ല, ഞാൻ ചോദിച്ചട്ടെ, കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞപ്പോ അങ്ങേക്ക് ശബ്ദിക്കണ്ടായിരുന്നു, ഇടപെടണ്ടായിരുന്നു? അല്ല, എനിക്ക് അങ്ങേക്ക് ഇടപെടണ്ടായിരുന്നു. ഞാൻ ഈ ഫ്ലോറിൽ വരുമ്പോൾ മാത്രമാണല്ലോ അങ്ങേക്ക് ഇത്രയും ഇടപെടലുകൾ ഉള്ളത്. ശ്രീ എൽ ആർ വീരേന്ദ്രൻ, അങ്ങ് സംസാരിച്ച ആദ്യ 5 മിനിറ്റ് ഞാൻ ഇടപെട്ടില്ല. അല്ല, അങ്ങേക്ക് പരിശോധിക്കാം. അങ്ങ് സംസാരിച്ച ആദ്യ 5 മിനിറ്റ് അങ്ങ് സംസാരിച്ച് പൂർത്തിയായി കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യ ഘട്ടത്തിൽ ഇടപെട്ടത്. തന്നെയാണ് അങ്ങ് ഈ ഫ്ലോറിലെത്തിയത്. സംശയമൊന്നുമില്ല. അല്ല, എനിക്കൊരു വിയോജിപ്പുണ്ട്. അത് പറയാനുള്ള ഒരു അവകാശമില്ലേ? പൂർവ്വചരിത്രം പറയുമ്പോൾ അങ്ങേക്ക് എന്തിനാണ് ഇത്ര നോവുന്നത്? അങ്ങ് പൂർവ്വചരിത്രം പറഞ്ഞോളൂ. അറിയില്ലേ ഇവിടുത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന ആളെ? അങ്ങേക്ക് അറിയില്ലേ തിരുവനന്തപുരത്തുകാരനായിരുന്നു ദേവസ്വം ബോർഡ് മന്ത്രി? അങ്ങേക്ക് അറിയില്ലേ? അദ്ദേഹത്തെ അങ്ങനെ അറിയില്ലേ? എന്തൊരു കഷ്ടമാണ് ശ്രീ എൽ ആർ വീരേന്ദ്രൻ. ഞാനൊന്ന് ഒരു കാര്യം പറയട്ടെ എന്ന് എത്ര തവണയായി ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രതിപക്ഷം പറയുന്നത്, ഞാൻ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, പ്രതിപക്ഷം പറഞ്ഞത് എൻ വാസുവിനെ ഇതുവരെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? 3-ാം പ്രതിയാണ് അദ്ദേഹം. 4-ാം പ്രതിയായ ആളുകളിലേക്ക് വരെ SITയുടെ അന്വേഷണം പോയി. എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് വൈകുന്നത് എന്നാണ് പ്രതിപക്ഷം ചോദിച്ചത്. ഇത് ഇത്രയും ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. അറസ്റ്റ് ചെയ്തല്ലോ. മുഖ്യമന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്യണമെന്നാണല്ലോ പറയുന്നത്. എപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്? ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ പ്രൊസീജിയർ ഇല്ലേ കുമാരി മേഘ? അതായത് ഹൈക്കോടതിയുടെ ഇടപെടലുകൾ പറഞ്ഞിട്ടുണ്ടോ? എന്താണ്? ശ്രീ എൻ വാസുവിനെ കൂടി അറസ്റ്റ് ചെയ്യാൻ കോടതി പറഞ്ഞിട്ടുണ്ടോ? ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ പരാമർശങ്ങൾ ഏതെല്ലാം ദേവസ്വം ബോർഡിന് പൊതുവായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില ഇപ്പോൾ ഭരിക്കുന്ന ആളെ കുറിച്ചും പരാമർശിച്ചു പോയിട്ടുണ്ട്. അവരെ കുമാരി മേഘ അമിക്കസൂരിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അല്ലല്ല, കോടതി ഒരാളെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവര് റിപ്പോർട്ട് കൊടുത്തു കാണുമല്ലോ. എന്തിനാണ് ഇത്ര അസഹിഷ്ണുത ഞാനൊരു വളരെ സംയമനത്തോടെ വളരെ സമാധാനപരമായല്ലേ ചോദിക്കുന്നത്? അങ്ങ് എന്തിനാണ് ഇത്രയും അങ്ങയുടെ ഇടപെടലല്ല എന്നോടാണ്. അല്ല, ഇടപെടൽ
ഇടപെടലുകൾ ഞാൻ അങ്ങ് ആദ്യഘട്ടത്തിൽ നോക്കൂ, പ്രേക്ഷകരും ശ്രദ്ധിക്കുക. അതായത് ആദ്യ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഇടപെട്ടത്. രണ്ടാമത് അങ്ങ് പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് ചെറിയൊരു വിയോജനം. ഞാൻ അപ്പോൾ മുതൽ അങ്ങയോട് ഞാൻ പറയുകയാണ്, എനിക്കൊന്ന് സംസാരിക്കണം, അങ്ങ് സംസാരിക്കാൻ അനുവദിക്കുന്നേ ഇല്ല. അങ്ങ് പറഞ്ഞ് അങ്ങ് പോവുകയാണ്. ആ ഇടത്താണല്ലോ എനിക്ക് പല ആവർത്തി അങ്ങനെ പറയേണ്ടി വന്നത്. അതായത് നോക്കൂ, ഈ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഈ എൻ വാസുവിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള പരാമർശം ഉണ്ടായില്ല എന്നാണ് അങ്ങ് പറയുന്നത്. ശ്രീ എൽ ആർ വിനേന്ദ്രൻ. ശ്രീ എൽ ആർ വിനേന്ദ്രൻ, അങ്ങയോടാണ്. അതായത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും എൻ വാസുവിനെ കുറിച്ച് ഒരു പരാമർശവും ഉണ്ടായില്ല എന്നാണോ? ദേവസ്വം ബോർഡിനെ പൊതുവെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ആരുടെയും പേരെടുത്ത് പരാമർശിക്കപ്പെട്ടിട്ടില്ല. അത് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഭരിക്കുന്നവരും അതിൽ നിന്ന് മോചിതരല്ല എന്ന് കോടതി പരാമർശിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, മുൻ ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ചർച്ചയിൽ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തെ തൊടില്ല, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കുറ്റം ചെയ്യുമെങ്കിൽ ഈ സർക്കാർ ഇതിൽ ഇങ്ങനൊരു ഇടപെടൽ, അതായത് അമിതമായ ഇടപെടൽ ഇതിനുമേൽ നടത്തുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വാദിച്ചത്. അല്ലാതെ എനിക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതല്ല. ഇനി ഇവരുടെ എല്ലാം പൂർവ്വചരിത്രം കുമാരി മേഘയ്ക്ക് അറിഞ്ഞുകൂടാത്തതുമല്ല, ഞാനത് പറയാൻ ഉദ്ദേശിച്ചിരുന്നതുമല്ല. ഇപ്പൊ ഇതിന്റെ എല്ലാം അട്ടിപ്പേർ അവകാശി അല്ലെങ്കിൽ ഗുരുദാസൻ മിനിസ്റ്ററുടെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചു പോകുമ്പോൾ ഇവരുടെ എല്ലാം പൂർവ്വചരിത്രം ഞാൻ ഒരിക്കലും ഇവിടെ അതൊന്നും പറഞ്ഞിരുന്നില്ല. കാര്യം ഇപ്പോൾ വർത്തമാനകാലത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ എല്ലാം അട്ടിപ്പേർ അവകാശം ഇതിനെല്ലാം സർക്കാരിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യത്തിലേക്ക്. അല്ലല്ല, ഇതിൻ്റെ ഈ കുമാരി മേഘ, ഈ ബോർഡ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് മാറി മാറി വരുന്ന സർക്കാരുകളുടെ പ്രതിനിധികൾ തന്നെയാണല്ലോ. ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് സർക്കാരിന്റെ പ്രതിനിധികൾ തന്നെയാണ്. ദേവസ്വം ബോർഡ് കമ്മീഷണറായും ദേവസ്വം ബോർഡ് പ്രസിഡന്റായും നിയമിച്ചത് ഈ LDF ഭരിക്കുന്ന ഭരണസമിതി തന്നെയാണ്, അതിൽ സംശയമില്ലല്ലോ. ഞാൻ അങ്ങയിലേക്ക് വരാം. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. BJP നേതാവ് P. കൃഷ്ണദാസിലേക്ക് പോവുകയാണ്. ശ്രീ P. കൃഷ്ണദാസ്, എങ്ങനെയാണ്, എത്രത്തോളം നിർണായകമാണ്, എത്രത്തോളം പരമപ്രധാനമാണ് എൻ വാസുവിന്റെ അറസ്റ്റ് എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? സർക്കാർ തുടക്കം മുതൽ സാധാരണ നിലക്ക് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ തുടർച്ചയാണ് പ്രതികളെ രക്ഷിക്കുക എന്നുള്ള നടപടി. നമ്മളത് ഈ കേസിൽ മാത്രമല്ല, എത്രയോ കേസുകളിൽ കണ്ടിരിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കുക, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ FIR ഇടുക, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ പരിധിയിലാക്കാൻ നോക്കുക, ഭീഷണിപ്പെടുത്തുക. ഇനി ഒരു തരത്തിലും രക്ഷയില്ലാതെ വന്നാൽ പാർട്ടി തന്നെ രംഗത്തിറങ്ങി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിന് ജുഡീഷ്യൽ സംവിധാനത്തിനെ വരെ ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനും സംഘടനാ ബലം ഉപയോഗിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കാനും ഒക്കെ നിരവധി ഘട്ടങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം പിന്തുടർച്ചയാണ് ഈ സർക്കാർ വന്നതിന് ശേഷം ശബരിമല വിക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ എത്ര ആയിരക്കണക്കിന് കേസുകളാണ് എടുത്തത്. സാധാരണക്കാരായിട്ടുള്ള ഭക്തന്മാർക്കെതിരെ ആയിരക്കണക്കിന് കേസുകളുണ്ട്. ആയിരക്കണക്കിന് ആളുകളെ അതിൽ പ്രതികളാക്കി. ഒരു കേസിൽ 10 മുതൽ 18 വരെയുള്ള പ്രതികളുണ്ട്. ചില കേസുകളിൽ 30ഉം 35ഉം പ്രതികളുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് കേസുകളെടുത്ത ഒരു സർക്കാരാണ്. എന്തിന്റെ പേരിലായിരുന്നു? വിശ്വാസ സംരക്ഷണം എന്നുള്ള വാദം ഉയർത്തിക്കൊണ്ടാണ് സുപ്രീം കോടതി വിധി ഞങ്ങൾ നടപ്പാക്കുന്നത്. ആരാ കയറാൻ വന്നത്? 5ഓ 6ഓ ആളുകളാണ് കയറാൻ വേണ്ടി വന്നത്. എങ്ങനെയാണ് ഇവര് കയറാൻ വന്നത്? ഇപ്പോഴത്തെ ഈ ആരോപണം കേൾക്കുന്ന ശ്രീ വാസു അടക്കം അദ്ദേഹത്തിന്റെ ചില നേതൃത്വത്തിലുള്ള ആളുകൾ, ആ കാലഘട്ടത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വത്തിലിരുന്ന ആളുകൾ, ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ ചെയ്തികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പമ്പയിൽ നിന്ന് ആളുകളെ കയറ്റിവിടാനുള്ള ശക്തമായ ശ്രമം നടത്തി. ഭക്തന്മാർ ശക്തമായതിനെ എതിർത്തു, സമരം ചെയ്തു, തോൽപ്പിച്ചു. അപ്പൊ ഈ സർക്കാരിനെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിലും സർക്കാർ വിശ്വാസികളുടെ ഭാഗമായിരുന്നില്ല, വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നില്ല. ഈ സർക്കാർ ശബരിമലയെ തകർക്കുക,
ശബരിമലയെ ഇല്ലായ്മ ചെയ്യുക, ശബരിമലയിലെ പവിത്രതയെ ഇല്ലാതെയാക്കുക എന്ന് നിരന്തരമായി ശ്രമിച്ച ആളുകളാണ്. അതിനുവേണ്ടി സമ്മേളനങ്ങൾ നടത്തിയവരാണ്, അതിനുവേണ്ടി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചവരാണ്, അതിനുവേണ്ടി കൂട്ടായ്മകൾ ഉണ്ടാക്കിയവരാണ്. ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഈ കാലഘട്ടത്തിലെല്ലാം നമ്മൾ വിചാരിച്ചത് ആത്മാർത്ഥതയോടുകൂടി ഞങ്ങളെല്ലാം ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ഈ സർക്കാരിനെ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതല്ലേ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്താ യഥാർത്ഥത്തിൽ നടന്നത്? നല്ല കൊള്ളക്കാർ, നല്ല ലക്ഷണമൊത്ത കള്ളന്മാർ ആ സമയത്ത് ഈ സ്വർണ്ണപ്പാളികളും ഈ ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളും അടിച്ചു മാറ്റാൻ എന്താണ് മാർഗം എന്ന് തിരയുകയായിരുന്നു. ഏത് കാലഘട്ടത്തിലാണ് ഇതെല്ലാം അടിച്ചു മാറ്റിയത്? ഓർക്കണ്ടേ? 2018-19 കാലഘട്ടത്തിൽ നടന്ന ഗൂഢാലോചന, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രളയ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ശബരിമലയിലെ പ്രശ്നങ്ങൾ, പിന്നീട് കൊറോണ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ഭക്തന്മാരുടെ വരവ് ഇല്ലാതെയാകുന്ന സാഹചര്യം, ഈ ഒരു 3-4 വർഷക്കാലം 2018 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ വളരെ സുഗമമായി എങ്ങനെ കളവ് നടത്താം എന്ന് പ്ലാൻ ചെയ്ത്, ഇതിൽ പ്ലാനിങ് ഇല്ല എന്ന് വിചാരിക്കരുത്, നന്നായി പ്ലാൻ ചെയ്ത് ഡോക്യുമെന്റുകൾ തിരുത്തി, 10-30 വർഷത്തിലധികമായിരിക്കുന്ന ഡോക്യുമെന്റുകൾ, ആ ഡോക്യുമെന്റുകൾ തിരുത്തി, ആഭരണത്തിന്റെ തിരുവാഭരണം അടക്കമുള്ള ശബരിമലയിലെ വിലപിടിപ്പുള്ള ആഭരണങ്ങളുടെ എല്ലാ രജിസ്റ്ററുകൾ തിരുത്തി കാണാതെയാക്കി. ഇതെല്ലാം ഒരു വലിയ ഗൂഢാലോചനയോ സർക്കാർ തലത്തിലുള്ളവരുടെ പിന്തുണയോ അധികാരത്തിലിരിക്കുന്നവരുടെ ഒത്താശയോ അവരുടെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങളോ ഇല്ലാതെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് മാത്രമായി ചെയ്യാൻ കഴിയുമോ? അങ്ങനെ വിചാരിക്കുന്നവരാണോ കേരളത്തിലെ സാധാരണക്കാർ? അങ്ങനെ വിചാരിച്ചുകൊണ്ട് സാധാരണ ജനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇപ്പൊ ഈ കള്ളന്മാരെ കൊണ്ടുവന്നിരുത്തി പ്ലാൻ ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് ഈ വസ്തുക്കളെല്ലാം അടിച്ചു മാറ്റാനുള്ള സാഹചര്യം ഒരുക്കി. അതിന് സുഗമമായി കിട്ടിയ ഒരു പ്രതലമാണ് കൊറോണയും പ്രളയവും അതോടൊപ്പം തന്നെ വിശ്വാസികളുടെ പ്രക്ഷോഭവും നടന്ന കാലഘട്ടം. ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ 1-2 അല്ലല്ലോ, 4-4.5 കിലോ സ്വർണം അടിച്ചു മാറ്റി. ആന്റിക് വാല്യൂ ഉള്ള, അതിന്റെ വിലമതിക്കാനാവാത്ത ശബരിമലയിലെ സ്വർണപ്പാളികൾ, മറ്റാഭരണങ്ങൾ, വസ്തുക്കൾ, ദണ്ട്, ഈ തരത്തിൽ നിരവധിയായിട്ടുള്ള വാല്യൂ ഉള്ള വസ്തുക്കളെല്ലാം തന്നെ അടിച്ചു മാറ്റുകയോ അതെല്ലാം തന്നെ തിരിമറി നടത്തുകയോ ചെയ്തു. എന്തിനു വേണ്ടിയായിരുന്നു ഇതെല്ലാം ചെയ്തത്? ഇന്നിപ്പോ ശ്രീ വാസു അടക്കമുള്ള ആളുകളെ ഞങ്ങൾ, ശ്രീ വിനയചന്ദ്രൻ പറയാണ്, നിങ്ങൾ പ്രതിപക്ഷമെല്ലാം പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിടിച്ചില്ലേ? ശ്രീ വിനയചന്ദ്രൻ ഇത് ആരോടാ പറയുന്നത്? ഞങ്ങളെല്ലാം പിടിക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞങ്ങൾ വിചാരിച്ചത് നിങ്ങൾ പിടിക്കില്ല എന്നാണ്, പക്ഷെ നിങ്ങൾ പിടിച്ചു. അപ്പൊ പിടിച്ചപ്പോ എന്താ സംഭവിച്ചത്? അതിന്റെ പിന്നിലുള്ള ആളുകൾ എവിടെ? മന്ത്രിമാരെവിടെ? അതിന് മുൻപുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെവിടെ? ആ കാലഘട്ടത്തിൽ തിരുവനന്തപുരം നടത്തിയ ഉദ്യോഗസ്ഥന്മാരെവിടെ? 2-3 ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം, അതല്ലെങ്കിൽ BJP, അതല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ, അവരെല്ലാം ചേർന്നുകൊണ്ട് നിങ്ങൾ ആരെ പിടിക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരെ പിടിച്ചില്ലേ? എന്തൊരു വാദമാണിത്! ഒരു വലിയ കൊള്ളസംഘം ഗൂഢാലോചന നടത്തി കൊള്ള നടത്തിയതിനു ശേഷം അതിൽ 2 പിണിയാളുകളെ പിടിച്ചില്ലേ എന്ന് പറയുമ്പോ ആവേശത്തോടു കൂടി പറയുകയാണ്, ഞങ്ങൾ ആ 2 പേരെ പിടിച്ചില്ലേ, ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് വേണം സ്വർണം തിരിച്ചു കൊണ്ടുവരണം, മുഴുവൻ കളവ് നടത്തിയ ആളുകൾ പ്രതിപട്ടികയിൽ വരണം, ഇതിന് നേതൃത്വം കൊടുത്ത ആളുകൾ, മന്ത്രിമാർ, സർക്കാർ നേതൃത്വത്തിലുള്ള ആളുകൾ, അവരെല്ലാവരും പ്രതിപട്ടികയിൽ വരണം. എന്താ ഇത്ര മടി അത് പറയാൻ? വിനയചന്ദ്രൻ എന്താ മടി? ശരി, വ്യക്തമാണ്. ഞാൻ അങ്ങിലേക്ക് അടുത്ത ഘട്ടത്തിൽ മടങ്ങിയെത്തുകയും ചെയ്യാം. പ്രൊഫസർ AG ജോർജ്, ഇവിടെ എൻ വാസുവിന്റെ അറസ്റ്റ് സംഭവിച്ചു. പക്ഷേ ഇത്രയും ദിവസങ്ങളായിട്ടും, ഇത്രയും 2 മാസമായി, ഇത്രയും നാളുകളായിട്ടും ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എൻ വാസുവിലേക്ക് പോയിരുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ആവർത്തിച്ച് പറഞ്ഞത്. ഇപ്പോൾ ഈ പൊടുന്നനെയുള്ള അറസ്റ്റ്, അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി വരാൻ പോവുകയാണ്, UDF അടക്കമുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം ഈ വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ള ഉന്നയിക്കും എന്ന ഘട്ടത്തിലാണോ പൊടുന്നനെയുള്ള ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയത്? അങ്ങനെ നമ്മൾ വിചാരിക്കണമോ?
ഈ ചർച്ചയുടെ പകുതി ഭാഗം ഏതാണ്ട് കഴിഞ്ഞു. അപ്പോൾ ഇനിയും വളരെ ചുരുക്കി പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. കാരണം ഇത് വളരെ പാരാവാരം പോലെ വളരെ വിസ്തൃതമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ കുറെ നാളുകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ കഴിയുന്നിടത്തോളം ഇതിന്റെ ഫോക്കൽ പോയിന്റിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണല്ലോ. 2016 മുതൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഇപ്പോൾ 2026 പ്രവേശിക്കുന്ന 2 ഊഴങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. ഇവിടെ എപ്പോഴാണ് ഈ സംഭവങ്ങൾ ഇത്രയും വലിയ വ്യാപ്തിയിൽ ശബരിമലയിൽ നടന്നത് എന്നത് ഇതിന്റെ നാൾ വഴി ഒന്ന് പരിശോധിക്കുമ്പോൾ എന്റെ ബഹുമാന്യനായ സുഹൃത്ത് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് അതിന്റെ വർഷത്തെ കുറിച്ച് പറഞ്ഞു. അതായത് 2018, 19, 20, 21 എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, കേരളത്തെ കുറിച്ച് മാത്രമല്ല ലോകവ്യാപകമായി വളരെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. COVID-19 എന്നാണല്ലോ അറിയപ്പെടുന്നത്. 2019 കോവിഡിന്റെ മൂർധന്യാവസ്ഥ വന്നത്. ഇവിടെ 2018, 19 ഒക്കെ അധികാരത്തിലിരുന്ന സർക്കാരിന്റെ, അതായത് 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണല്ലോ ഈ സംഭവം നടന്നത്. ഇപ്പോൾ ഈ വാസുവിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ യഥാർത്ഥത്തിൽ ഈ കുറ്റകൃത്യം ചെയ്തത് 2019 എന്ന് സംശയാതീതമായി തെളിയിക്കുന്ന രേഖകളാണല്ലോ ഇപ്പോൾ SITയുടെ കൈവശം ഇരിക്കുന്നത്. ഇവിടെ എന്റെ ബഹുമാന്യനായ ദീർഘകാല സുഹൃത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി പറഞ്ഞു, ഞങ്ങളിപ്പോ വാസുവിനെ അറസ്റ്റ് ചെയ്തില്ല, ഇതിലപ്പുറം ഞങ്ങൾ ഇനി എന്തോ ചെയ്യണം, ഇതെന്തോ ഔദാര്യം ചെയ്ത ഒരു മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾ വാസുവിനെ ഏതായാലും അറസ്റ്റ് ചെയ്തപ്പോ ഇനിയും നിങ്ങൾ എന്തിനായി ചർച്ച ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. എന്റെ ബഹുമാന്യ സുഹൃത്തെ, അവിടെ ഒന്നും തീരുന്ന വിഷയമല്ല. ഇതൊരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അമ്പലം വിഴുങ്ങിയ ഒരു കേസാണ്. പകൽ കൊള്ളയും അതിനേക്കാൾ വലിയ തീവൊട്ടി കൊള്ളയും കുറെ കാലങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന ഒരു ഗൂഢസംഘത്തിലെ ഒരു കണ്ണി മാത്രമാണ് ഈ അഡ്വക്കേറ്റ് എൻ വാസു. അഡ്വക്കേറ്റ് എൻ വാസു എന്ന് പറയാൻ കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാരേക്കാളും അദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്ന ഒരാളാണ്. കാരണം അദ്ദേഹത്തിന്റെ ജന്മനാടും എന്റെ നെടുനാടും ഒന്നാണ്. ആ ഒരു ദോഷമേ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്റെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം ആരംഭിക്കുന്നത്. അവിടെ അദ്ദേഹം ഒരു സാധാരണ അഭിഭാഷകനായിരുന്നു. അദ്ദേഹത്തിനുണ്ടായ ഒരു വളർച്ച ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകനായി ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി തുടങ്ങിയ ബഹുമാന്യനായിട്ടുള്ള എൻ വാസുവിനുണ്ടായിട്ടുള്ള വളർച്ച ഒന്ന് അങ്ങ് പരിശോധിക്കണം. അങ്ങ് പറഞ്ഞല്ലോ ഈ പഴയ ആളുകളുടെ കഥയൊക്കെ അങ്ങേക്ക് അറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ല എന്ന്. ഞാൻ അങ്ങയോട് പറയുന്നു, ഈ കാര്യത്തിൽ എനിക്കറിയാവുന്നതിന്റെ അത്രയും അങ്ങേക്ക് അറിയില്ല, വിനയത്തോടു കൂടി പറയുന്നു. എന്തായാലും ഇവിടെ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ? ഈ അഡ്വക്കേറ്റ് എൻ വാസുവിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാതിരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ സ്വാഭാവികമായി നമുക്കെല്ലാം സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് മനസ്സിലാക്കിയത് അത് സംബന്ധിച്ചുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയിലായിരുന്നു ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നാണ്. കാരണം ഈ ഒരു ടീം എന്ന് പറയുന്നത് സാധാരണയായി സർക്കാർ നിയമിക്കുന്ന ഒരു പതിവനുസരിച്ചുള്ള ഒരു അന്വേഷണ കമ്മീഷൻ അല്ല. മറിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരിട്ട് ഇടപെട്ട് അവർക്ക് യോഗ്യരെന്ന് പറയുന്ന ആളുകളെ കണ്ടെത്തി അവർ നിയമിച്ച ഒരു സമിതി ആയതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള വിശ്വാസ്യത സാധാരണ അന്വേഷണ കമ്മീഷനേക്കാളൊക്കെ വളരെ വലുതായിരുന്നു പൊതുസമൂഹത്തിൽ എന്നത് തന്നെയാണ് കാരണം. അവിടെയാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നത്. മേഘ ഇവിടെ ചോദിച്ചല്ലോ, 4ാം പ്രതിയെയും 5ാം പ്രതിയെയും 6ാം പ്രതിയെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ടും 3ാമത്തെ പ്രതിയായിട്ടുള്ള ഈ വാസുവിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള ഒരു ചോദ്യം ഈ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു കുറെ നാളുകളായി. അതിന് വേറെ വലിയ ഉത്തരം അന്വേഷിച്ചൊന്നും പോകേണ്ട ഗവേഷണത്തിന്റെ ആവശ്യമില്ല. അദ്ദേഹം ഒരു സാധാരണ പ്രതിയല്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കക്ഷിയിലുള്ള സ്വാധീനം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കക്ഷിയിൽ നിന്ന് ലഭിക്കുന്ന സംരക്ഷണം, ഇതൊക്കെ നമ്മളൊക്കെ സങ്കല്പിക്കുന്നതിനേക്കാളൊക്കെ വളരെ അതീതമാണ്. അദ്ദേഹം ദേവസ്വം വിജിലൻസ് ട്രിബ്യൂണലായി തുടങ്ങി, അതിനുശേഷം 2 പ്രാവശ്യം കമ്മീഷണറായി, അതിനുശേഷം വീണ്ടും അദ്ദേഹം പ്രസിഡന്റായി, അതിനിടയ്ക്കോ മുൻപോ എപ്പോഴോ ബഹുമാനപ്പെട്ട PK ഗുരുദാസൻ എന്ന് പറയുന്ന ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മന്ത്രിസഭയിലെ അംഗത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയി. നോക്കണം അദ്ദേഹത്തിന്റെ വളർച്ച. അപ്പൊ ഒരു ചെറിയ ആളാണോ? അതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി അന്വേഷണ കമ്മീഷൻ 2 വട്ടം ചിന്തിക്കും എന്ന് പറയുന്നത് ഒരു കേവലമായിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ്
ഈ അറസ്റ്റ് വൈകിപ്പോയത് കൊണ്ട് കേസില് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ഒക്കെ വക്കീൽ അഭിഭാഷകനാണല്ലോ, എനിക്ക് നിയമപരിജ്ഞാനം ഒന്നുമില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അറസ്റ്റ് ചെയ്യാൻ അല്പം വൈകിപ്പോയത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങളുടെ ഗുരുതരാവസ്ഥയ്ക്ക് യാതൊരു കോട്ടവും ഉണ്ടാവുകയില്ല എന്ന്. എന്തൊരു ഭയങ്കര കൊള്ളയാണ് അദ്ദേഹത്തിന്റെ കാലത്ത് നടന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും ധാർമ്മികതയുടെ ഒരു ലെവലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ സ്വർണ്ണ വാതിൽ കൊടുക്കുമ്പോൾ എഴുതി വെക്കുകയാണ് ഇത് ചെമ്പ് പാളിയാണെന്ന് എഴുതി വെക്കുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ധാർമ്മിക നിലവാരം ഈ നിലയിലേക്ക് പോയതെന്ന് എവിടെ പോയി അന്വേഷിച്ചാലും കണ്ടു നിൽക്കാൻ സാധ്യമല്ല. അയ്യപ്പന്റെ ലോകത്തുള്ള കോടിക്കണക്കിന് ജനങ്ങൾ ആരാധിക്കുന്നതായ അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ നിന്ന് അതിന്റെ വാതിൽ പാളികൾ ഇളക്കിക്കൊണ്ട് പോകുമ്പോൾ സ്വർണ്ണപ്പാളികളാണെന്ന് ബോധ്യമുള്ള ഈ വാസു, അവിടുത്തെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ടുള്ള വാസു, അദ്ദേഹത്തിന് അക്ഷരം അറിയാഞ്ഞത് കൊണ്ടാണോ ഈ ചെമ്പെന്ന് എഴുതി ചേർത്തത്? ഇതൊക്കെ ആളുകളെ ഒരുതരം പരിഹസിക്കുന്ന ഏർപ്പാടാകരുത്. അതിനേക്കാൾ വളരെ വിചിത്രവും കൗതുകവുമായ ചില മറുപടിയാണല്ലോ അദ്ദേഹം അന്വേഷണ കമ്മീഷന് മുമ്പിൽ കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇവിടെ പോറ്റി എന്ന് വിളിക്കണോ മറ്റെന്തെങ്കിലും വിളിക്കണോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് ഇത് ഇളക്കിക്കൊണ്ട് പോയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതെല്ലാം ശരിയാക്കിയിട്ടുണ്ട്, ഞാൻ ചെന്നൈയിലൊക്കെ കൊണ്ടുപോയി പോകുന്ന വഴിക്ക് പിന്നെ കാണാനൊക്കെ കൊള്ളാവുന്ന ആയതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരിൽ പോയി, പിന്നെ ഞാൻ ഹൈദരാബാദിലൊക്കെ പോയി ഇത് സ്വല്പം പൂജയൊക്കെ നടത്തി എന്റെ വണ്ടിക്കൂലിയൊക്കെ ഞാൻ അതിൽ നിന്നൊക്കെ ഒപ്പിച്ച് ഞാൻ എന്തായാലും ചെന്നൈയിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഏതായാലും ചെന്നൈയിൽ കൊണ്ടെത്തിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്വല്പം സ്വർണം മിച്ചമുണ്ട്. അപ്പോൾ അദ്ദേഹം ഇമെയിൽ അയച്ചു. ആർക്കയച്ചു? ഈ സാക്ഷാൽ എൻ വാസുവിന് ഇമെയിൽ അയച്ചു, അല്പം സ്വർണം ബാക്കിയുണ്ട്. അപ്പോൾ സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ഞാനോ മേഘയോ അല്ലെ ഇവിടെ ഇരിക്കുന്ന എന്റെ സഹ പാനലിസ്റ്റോ ഈ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളാണെങ്കിൽ ആദ്യമായി ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഇത് എങ്ങനെ അധികം വന്നു? നിങ്ങൾ ഇത് പൂശാൻ കൊണ്ടുപോയ സ്വർണം സ്വാഭാവികമായി അത് പൂശുകയാണോ അതോ അത് പാളിയാക്കി അതിന്മേൽ ഒട്ടിക്കുകയാണോ? എന്ത് ചെയ്താലും ആ സ്വർണം അതിന്റെ ഉപയോഗത്തിനുള്ളതല്ലേ? പിന്നെ എങ്ങനെ ഇത് മിച്ചം വന്നു എന്നാണ് ഒന്നാമതായി ചോദിക്കേണ്ട ചോദ്യം. രണ്ടാമതായി എന്താണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നത്? ഇതൊരു കാര്യം ചെയ്യട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തി ആരെയെങ്കിലും കുട്ടികളെ വിവാഹത്തിന് അയക്കാമോ? ഇദ്ദേഹം അതിന് മറുപടി കൊടുക്കുന്നില്ല. അവിടെയും ഒരു ചോദ്യം അവശേഷിക്കുന്നു. ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ചോദിക്കണം, ഇത് അങ്ങനെയല്ല, നിങ്ങൾ ആ സ്വർണത്തിന്റെ കണക്ക് കൃത്യമായി ഇവിടെ കൊണ്ട് ഏൽപ്പിക്കണം. അവിടെ എന്ത് സംഭവിച്ചു, എത്ര സ്വർണം കൊണ്ടുപോയി, എത്ര സ്വർണം അവിടെ ചെലവഴിച്ചു, ബാക്കിയുള്ള സ്വർണം എത്രയാണ്, നിങ്ങൾ വന്ന് കണക്ക് ബോധിപ്പിക്കണമെന്ന് പറയാൻ ഈ പറയുന്ന വാസുവിന് കഴിയാതെ പോയത് എന്താണ്? അപ്പോൾ വാസുവിന് അറിയാം ഇത് കണക്കൊന്നും ചോദിക്കാൻ ആരും ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നെ നമുക്ക് സൗകര്യപൂർവ്വം ഒക്കെ ഇത് ചെയ്യാം എന്നതാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഗതകാല ചരിത്രം എന്നുള്ളത് നാം മറന്നു പോകരുത്. വ്യക്തമാണ്. ഞാൻ അങ്ങിലേക്ക് വരാം, ഒരു മിനിറ്റ് ഞാൻ അങ്ങിലേക്ക് വരാം. പ്രൊഫസർ എ.ജി. ജോർജ്, ശ്രീ തൗഫിക് രാജൻ, ഇവിടെ നോക്കൂ, 2019 സ്വർണ്ണക്കൊള്ള നടത്തിയതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. തങ്കത്തിൽ പൊതിഞ്ഞതാണ് എന്നത് പരസ്യമായ കാര്യമായിട്ടും ഈ ശ്രീകോവിലിൽ നിന്ന് അഴിച്ചെടുത്ത പാളികൾ ചെമ്പെന്ന് എൻ വാസു രേഖപ്പെടുത്തുകയായിരുന്നു. നോക്കെ ഈ മുരാരി ബാബുവും സുധീഷ് കുമാറും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടക്കം എൻ വാസുവിനെതിരെയാണ് മൊഴി നൽകിയിട്ടുള്ളത്. ആ ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെയാണ് അന്ന് ദേവസ്വം കമ്മീഷണറായ വാസുവിലേക്ക് ഈ അന്വേഷണം എത്തുന്ന ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ അതിന് മറുപടി ഈ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഒരു ബൈറ്റ് ഉണ്ട്. അതായത് എൻ വാസു പറയുകയാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതായത് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് ഞാൻ ഫോർവേഡ് ചെയ്തത്. പക്ഷെ അങ്ങനെ ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൽ ഉള്ള പേരുകൾ മാറുന്നത്? അത് വളരെ ചോദ്യചിഹ്നമായി നമ്മുടെ പൊതുമണ്ഡലത്തിലുള്ള കാര്യമാണ്. അതിനൊക്കെയുള്ള മറുപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ ഉയർന്നു വന്ന കാര്യം എന്നുള്ളത്, അതായത് എങ്ങനെയാണ് CPM ഇതിനൊക്കെ മറുപടി പറയേണ്ട ഒരു ബാധ്യത CPM-ലേക്കും സർക്കാരിലേക്കും എത്തിച്ചേർന്നത് എന്നുള്ളൊരു വാദം കൂടി ഈ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടു. അതിനു കൂടിയുള്ള മറുപടി മേഘ, എങ്ങനെയാണ് സർക്കാരിനും അല്ലെങ്കിൽ CPM നേതൃത്വത്തിനും ഇതിന് ഉത്തരവാദിത്വം വരുന്നത് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. കാരണം എൻ വാസുവിനെ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് വിരമിച്ചപ്പോ 2019 നവംബറിൽ അദ്ദേഹത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിച്ചതാരാ? ഈ സർക്കാരും ഈ CPM-ഉമാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം എൻ വാസു ഇവിടെ എല്ലാ വിലയിരുത്തലും തന്നെ അദ്ദേഹം ഒരു ഘട്ടത്തിൽ സമ്മതിച്ചു.
മുഖ്യമന്ത്രിയുമായി ഹൃദയബന്ധമുള്ള ആളാണ് ശ്രീ എൻ വാസു എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടെ ശബരിമലയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്ന സാഹചര്യത്തിൽ ഈ കേസ് അട്ടിമറിക്കാനൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് വിട്ടത് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി വ്യക്തമായി അറിയാവുന്നതാണ്. അതിനൊക്കെ മുഖ്യമന്ത്രിയുടെ അനുവാദം വാങ്ങി, ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി രാജ്യതലസ്ഥാനത്തെത്തി അവിടെ അഭിഭാഷകരോട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നീക്കിയത് ശ്രീ എൻ വാസു ആയിരുന്നു. അത് കൃത്യമായ മുഖ്യമന്ത്രിയുടെ ഡയറക്ഷന്റെ അടിസ്ഥാനത്തിലായിരുന്നു. എങ്ങനെയാണ് എൻ വാസു ഇതിനകത്ത് CPM-ന് ഇല്ലെങ്കിൽ സർക്കാരിന് പങ്കില്ല എന്ന് പറയുന്നത്? 2019 കട്ടിളപ്പാളി ചെമ്പ് എന്ന് എഴുതിയപ്പോ അന്നത്തെ ദേവസ്വം കമ്മീഷണർ പേരാണ് എൻ വാസു എന്നുള്ളത്. 2019 കട്ടിളപ്പാളി ചെമ്പ് എന്ന് എഴുതിയപ്പോ അന്നത്തെ ദേവസ്വം കമ്മീഷണർ ആരായിരുന്നു? എൻ വാസു ആയിരുന്നു. PK ഗുരുദാസൻ, അത് എന്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഈ പറയുന്ന എൻ വാസു. അതിനിപ്പുറത്തേക്ക് 2 തവണ കൊല്ലം കൊളക്കട ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു ഈ പറയുന്ന എൻ വാസു. ബാക്കി വന്ന സ്വർണം, അതായത് പ്രസിഡന്റ് ആയിരുന്നു, പ്രസിഡന്റ് ആയിരുന്നു. അതിനിപ്പുറത്തേക്ക് ഈ ബാക്കി വന്ന സ്വർണം കല്യാണ ആവശ്യത്തിന് ഉപയോഗിക്കാൻ അനുമതി തേടി പോറ്റി ഒരു ഇമെയിൽ, പോറ്റി എന്ന് ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഉണ്ണികൃഷ്ണൻ ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. ആ ഉണ്ണികൃഷ്ണൻ അയച്ച ഇമെയിൽ ബന്ധപ്പെട്ടവർക്ക് ഫോർവേഡ് ചെയ്താര്? ഇതേ പറയുന്ന എൻ വാസു ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എൻ വാസു ഇതൊന്നും അറിഞ്ഞിട്ടില്ല. CPM നേതൃത്വത്തിന് ഇതിനൊന്നും പങ്കില്ല, സർക്കാരിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നിടത്താണ് ഇതിലെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത്. സ്വാഭാവികമായി എൻ വാസു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഉത്തരവാദി ആരാണ്? ഇതിന് ഉത്തരവാദി സ്വാഭാവികമായിട്ടും ബന്ധപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്, അന്നത്തെ കേരള മുഖ്യമന്ത്രിയാണ്. ഈ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം ബോർഡ് മന്ത്രിയുടെ അനുവാദമില്ലാതെ ഈ ദേവസ്വം കമ്മീഷണറും പിൽക്കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന എൻ വാസു ഇതൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? മുഖ്യമന്ത്രിയുടെ ഹൃദയബന്ധമുള്ള ആൾ, മുഖ്യമന്ത്രിയുമായി ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആൾ. ഇവിടെ വളരെ കൃത്യമാണ് മേഘ, ഇത്തരത്തിൽ വഴിവിട്ട നീക്കം നടത്തിയതിനുള്ള സമ്മാനമായിട്ടാണ്, പാരിതോഷികമായിട്ടാണ് അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് വിരമിച്ചപ്പോ അദ്ദേഹത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചത് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ട് വരും. ഇവിടെ 1-2 കാര്യങ്ങൾ, അതായത് ശബരിമലയെ തകർക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ എല്ലാ കാലഘട്ടത്തിലെയും അജണ്ടയായിരുന്നു. എന്തിനാണ് ശബരിമലയോടും ഇല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസി സമൂഹത്തോടും ഈ സർക്കാരിന് ഇത്രയധികം വിരോധം എന്ന് മനസ്സിലാവുന്നില്ല. ഒരു ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ എങ്ങനെയാണ് ശ്രമിച്ചത്? ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്തി, ഇല്ലാത്ത കോലാഹലങ്ങൾ ഉണ്ടാക്കി, അവിടുത്തെ സമാധാന അന്തരീക്ഷം തച്ചു തകർക്കുന്ന രീതിയിലൊക്കെ ഈ സർക്കാർ ഇടപെടൽ നടത്തിയത് നമ്മൾ കണ്ടതാണ്. അവിടെ ബിന്ദു അമ്മിണിയെ അടക്കം ശബരിമലയിൽ പോലീസ് യൂണിഫോമിൽ 18ാം പടിക്ക് ചവിട്ടി കൊണ്ടുവന്ന അടക്കം നമ്മൾ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. അതിനിപ്പുറത്തേക്ക് ഇവിടെ അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹങ്ങൾ അടക്കം, പീഠങ്ങളടക്കം, അയ്യപ്പ ചൈതന്യമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹങ്ങളാകട്ടെ, പീഠങ്ങളാകട്ടെ, അയ്യപ്പന്റെ നേരിട്ടുള്ള ചൈതന്യം ലഭിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ അയ്യപ്പ ചൈതന്യമുള്ള ഭാഗങ്ങൾ, ഈ ദ്വാരപാലക വിഗ്രഹങ്ങളും ഈ പീഠങ്ങളും ഒക്കെ വിറ്റ് തുലച്ച് കട്ടുമുടിക്കാൻ ഈ എൻ വാസുവിനും ഇല്ലെങ്കിൽ ഈ പറയുന്ന മുരാരി ബാബുവിനും ഇല്ലെങ്കിൽ സുധീഷ് കുമാറിനും ഒന്നും ഒറ്റയ്ക്ക് ധൈര്യം വന്നു എന്ന് നമുക്ക് എന്തായാലും തോന്നുകയില്ല. ഇല്ലെങ്കിൽ ഈ പറയുന്ന സുധീഷ് കുമാറും എൻ വാസുവും മുരാരി ബാബുവും മാത്രമാണ്, ഇല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇത്തരത്തിൽ ശബരിമലയിലെ ഈ കാട്ടുകൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകർ എന്ന് നമുക്ക് തോന്നുന്നില്ല. ഇതിന് പിന്നിൽ വലിയ ഉന്നതരുണ്ട്. അവിടെയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ അടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വ്യക്തമായി ഇതിന്റെ അന്വേഷണം നടക്കേണ്ട സാഹചര്യമുണ്ട്. സ്വർണം പാളിയായ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ സ്വർണ്ണപ്പാളി കടത്തി എന്ന് പറയുന്ന VIP ഉണ്ട്. ശ്രീ LR വിനയേന്ദ്രനുള്ള മറുപടിയാണ്. ഈ സ്വർണ്ണപ്പാളി കടത്തി എന്ന് പറയുന്ന VIP, ആ VIP-യും കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രതിപക്ഷ അടക്കം വ്യക്തമാക്കിയ കാര്യം. അതിലൊരു സംശയത്തിന്റെ ആവശ്യം അങ്ങക്ക് പോലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഉന്നതൻ അറസ്റ്റിലായി, ആ ഉന്നതിനപ്പുറത്തേക്ക് ഇനി കൂടുതൽ ആളുകൾ ശരിയായ രീതിയിൽ SIT-യുടെ അന്വേഷണം പോയാൽ ഇവിടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതുകൊണ്ടാണ് ഇത്രാം തീയതിക്കകം റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം പരിധിയുള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശ്രീ LR വിനേന്ദ്രൻ, ഇവിടെ കൃത്യമായ രാഷ്ട്രീയ ആരോപണമാണ് ശ്രീ തൗഫീഖ് രാജൻ ഉന്നയിച്ചത്. അതിനുള്ള മറുപടി, ഒപ്പം സുപ്രീം കോടതിയിൽ ശബരിമല സ്ത്രീ പ്രവേശനമാകാം എന്ന പിണറായി സർക്കാരിന്റെ നിലപാടിനോട് അന്നത്തെ ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ വിയോജിപ്പുണ്ടായിരുന്നു എന്നുള്ളത്, എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളത് അങ്ങേക്ക് പറയാൻ കഴിയുന്നതാണല്ലോ. എന്നാൽ ആ വാസുവിനെ
മുൻനിർത്തിയാണ് ബോർഡിലെ കാര്യങ്ങളെല്ലാം പിണറായി വിജയൻ അന്ന് നിയന്ത്രിച്ചത്. ഇതിന്റെ പ്രത്യുപകാരമായാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം എന്നടക്കമുള്ള കാര്യങ്ങൾ അന്നേ ചർച്ചയായ സംഭവമാണ്. ഇത് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരമോ അല്ലെങ്കിൽ ഇപ്പോൾ വന്ന കാര്യങ്ങളോ ഒന്നുമല്ല. അത് അങ്ങനെ തന്നെയാണ് അന്ന് വലിയ തരത്തിൽ ചർച്ചയായതുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വാസുവിനെ കസേരയിട്ട് ഇരുത്തിയവർ ഇതിന് മൗനം പാലിക്കാതെ മറുപടി വേണം എന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നത്. കുമാരൻ മേഘ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ട് ഞാൻ അതിലേക്ക് വരാം. ഒന്ന്, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഹൃദയം സൂക്ഷിപ്പുകാരനാണെന്ന് ഞാൻ പറഞ്ഞില്ല. അത് കുമാരൻ മേഘ പറഞ്ഞതിനെ കോട്ട് ചെയ്തുകൊണ്ട് അങ്ങനെയാണല്ലോ പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. അല്ല, എനിക്കറിയില്ല. അല്ലല്ല, അടുപ്പമുള്ള ആളെന്നുള്ളത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതിനെ ആവർത്തിച്ച് പറഞ്ഞതാണ്. അല്ല, ഞാൻ അതിനെ അങ്ങനെ ഹൃദയ സൂക്ഷിപ്പുകാരനാണെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് പറയുന്നത്. അതിന് എൻ്റെ ഏറ്റവും ബഹുമാന്യനായ ജോർജ് സാറ് ഞാൻ പറഞ്ഞത് ഈ പൂർവ്വചരിത്രം എനിക്കറിയാം, മേഘയ്ക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതല്ല. ഈ മുരാരി ബാബുവിനെയും ഈ ബൈജുവിനെയും സംബന്ധിച്ചുള്ള പൂർവ്വചരിത്രങ്ങൾ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അവിടെ നിയമിതരായത് എന്ന കാര്യം കുമാരി മേഘയ്ക്ക് അറിഞ്ഞുകൂടായകയില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അത് സാറിനും അറിയാം. ഇവരൊക്കെ ആരായിരുന്നു എന്നുള്ളത്, ആരെ ഗഡ്മാൻ ആയിരുന്നു എന്നുള്ളതും പിന്നീട് ആരുടെ യൂണിയനിൽപ്പെട്ട ആളായിരുന്നു എന്നും അദ്ദേഹം പിന്നീട് എങ്ങനെയാണ് തിരുവാഭരണ കമ്മീഷണറായി മാറിയതുമെന്നുമൊക്കെ ജോർജ് സാറിനും അറിയാം. ബഹുമാന്യനായ കൃഷ്ണ ബഹുമാന്യനായ അഡ്വക്കേറ്റ് ഇല്ലല്ലേ നമ്മൾ തുലോം അല്ല കുമാരി മേഘ, നമ്മളൊക്കെ അറിവിലെ തുലോം അറിവിലൊക്കെ തുലവും തുച്ഛമാണ്. അറിവിലൊക്കെ നമ്മൾ വളരെ പിന്നിലാണ്. ഇവരൊക്കെ വളരെ പൂർവ്വചരിത്രമൊക്കെ അറിയാവുന്നവരാണ്. നമ്മൾ ചെറുതായി തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ പറയുമ്പോൾ ഒരാളെ എല്ലാ കാര്യങ്ങളിലേക്കും ഒരു സംവിധാനത്തെ അടച്ച് ആക്ഷേപിക്കുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് കൂടി പോകണമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി അഡ്വക്കേറ്റ് പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ എല്ലാം പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ സ്ത്രീ പ്രവേശനമൊക്കെ ഉണ്ടാക്കി. അതിന് ശേഷമാണല്ലോ സാർ വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ അല്ലല്ല അതിന് ശേഷമാണല്ലോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാം എന്താണ് കോൺഗ്രസ് കൊണ്ടുപോയി. എന്നിട്ട് ഇതിൻ്റെ അട്ടിപ്പേർ അവകാശം നേടിയെടുത്ത കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് അപ്പോഴും ഒന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ അതും കൊണ്ടുപോയത് അന്നും കോൺഗ്രസ് തന്നെയായിരുന്നു. പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതെല്ലാം പ്രചരണ വിഷയമായതിനു ശേഷവും LDF അധികാരത്തിൽ വന്നു. ഇനി സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും തെറ്റ് ഉദ്യോഗസ്ഥരുടെ ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇവർക്കൊക്കെ രാഷ്ട്രീയവുമായിട്ട് ഞാനതാ പറഞ്ഞത്, UDF ആയാലും LDF ആയാലും ഉദ്യോഗസ്ഥ വൃന്ദത്തിന് അവർ ആരുമായിട്ടെങ്കിലും ഏതെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരിക്കും. ആ ബന്ധം ചിലപ്പോൾ അത് ഉപയോഗിക്കുന്നത് നേരെയായിരിക്കാം. ഞാൻ ഏതായാലും ഒന്നും ദുരുപയോഗപ്പെടുത്താൻ പോയിട്ടില്ല. കഴിഞ്ഞ കുറേ വർഷമില്ല പറയുമ്പോൾ എല്ലാം പറയണം. ഇല്ലല്ല, ഇപ്പോൾ ബഹുമാന്യനായ ജോർജ് സാർ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് നേരിട്ടറിയാവുന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹം വസിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. 27-ാം വയസ്സിൽ പ്രസിഡൻ്റായ ആളാണ്. 27-ാം വയസ്സിൽ പ്രസിഡൻ്റായ ആളാണ് അദ്ദേഹം. അവിടെ മുതൽ ഇങ്ങോട്ടുള്ള വളർച്ചയുടെ പാതകൾ ജോർജ് സാർ പറഞ്ഞല്ലോ. നമ്മളെല്ലായ്പ്പോഴും പറയുന്നത് അത് ഒരാളല്ല കുമാരി മേഘ, കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ മക്കളുടെ സ്വത്ത് വിവരങ്ങൾ ജോർജ് സാറിന് അറിയില്ലേ? ഇവിടെയുള്ള മറ്റ് രാഷ്ട്രീയക്കാർ പറയുമ്പോ എല്ലാം പറയണല്ലോ. ശ്രീ N വാസുവിന്റെ വളർച്ച ജോർജ് സാർ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെയുള്ള രാഷ്ട്രീയക്കാരുടെ എല്ലാം വളർച്ച നമ്മൾ നോക്കിക്കാണണം, എല്ലാം നോക്കിക്കാണണം. ആരും മോശക്കാരല്ല. മേഘ ചോദിക്കുന്നതിന് അല്ല, ആരും പറഞ്ഞതിന് മറുപടി പറയണമല്ലോ. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവല്ല. അല്ലല്ല, ഞാൻ CPM-ന്റെ വക്താവായിട്ടല്ല വന്നിരിക്കുന്നത് മേഘ, ഒരു പാർട്ടിയുടെ ഞാൻ അങ്ങനെ ഇടത് നിരീക്ഷകൻ എന്ന് നിങ്ങൾ എഴുതി കാണിച്ചതാണ്. ഞാൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിലാണ് ഞാൻ വന്നത്. അല്ല ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ എഴുതി കാണിച്ചുവെങ്കിൽ നിങ്ങൾ അങ്ങനെ കണക്കാക്കി.
അല്ല ഞാൻ നിങ്ങൾ അങ്ങ് ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന നിലപാട് തന്നെയല്ലേ അങ്ങ് ഇത്രയും നേരം സംസാരിച്ചത്? ഞാൻ പ്രത്യേക പാർട്ടിയുടെ വക്താവായിട്ടല്ല എന്ന് ഞാൻ മേഘയോട് പറഞ്ഞിട്ട് തന്നെ തെറ്റ് പറയല്ല. അല്ല, അങ്ങ് ഇത്രയും നേരം സംസാരിച്ചത് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുമായിട്ടാണല്ലോ അല്ലേ? ഈ വിഷയവുമായി അവിടെ നടക്കുന്ന കൊള്ളയെല്ലാം ന്യായീകരിച്ചല്ല ഞാൻ സംസാരിച്ചത്. ഞാൻ വിശ്വാസിയാണ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. ആയിക്കൊള്ളട്ടെ, ഞാനല്ല അവിടെ നടക്കുന്ന കൊള്ളയെല്ലാം ന്യായീകരിച്ച് അതെല്ലാം നടക്കട്ടെ എന്ന്. അവിടെ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല, വേറെ അതായത് PWD ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് അവിടെ വരുന്ന ഭക്തന്മാർ, അതായത് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ച മറ്റു പ്രതികളും അവിടെ ഉണ്ട്. അപ്പോൾ ഇത് കാലാകാലങ്ങളായി മേഘ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പരിപാവനമായ ഒരു ക്ഷേത്രത്തെ തച്ച് തകർക്കാൻ വേണ്ടിയുള്ള ഒരു ആലോചന, ചർച്ചകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ പി കൃഷ്ണദാസ്, ഇവിടെ എൻ വാസുവിന്റെ അറസ്റ്റിലൂടെ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കരുതണം. അതായത് CPM-ഉമായി എൻ വാസുവിന് സ്വാഭാവികമായും ഇങ്ങനെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിനോ മറ്റു സഹായങ്ങൾ ഇതിനുണ്ടാവും. ആ തരത്തിലേക്ക്, അതായത് ഇനിയും CPM നേതാക്കളിലേക്ക് തന്നെ, ഉന്നതരായ ആളുകളിലേക്ക് തന്നെ ഈ അന്വേഷണം പോകും എന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നതിന്റെ കൃത്യമല്ല. ശ്രീ വിനയചന്ദ്രൻ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഞങ്ങൾ ജയിച്ചില്ലേ, അതുകൊണ്ട് കള്ളത്തരമില്ലാതെയാവും, അതുകൊണ്ട് വെട്ടിപ്പില്ലാതെയാവും. നിങ്ങൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന്റെ മാനദണ്ഡമാണോ കള്ളത്തരം കാണിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ളത്? എന്നാ പിന്നെ ഈ ഇവിടുത്തെ ഖജനാവ് മുഴുവൻ നിങ്ങൾക്ക് കട്ടുകൊണ്ട് പോകാലോ. ഞങ്ങളല്ലേ വോട്ട് ചെയ്ത് ജയിച്ചത്, ഞങ്ങളല്ലേ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. എന്നാ പിന്നെ ഖജനാവ് മുഴുവൻ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോയാൽ പോരെ. അപ്പൊ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് ജയിച്ചു എന്നുള്ളതല്ലല്ലോ നിങ്ങൾക്ക് കള്ളത്തരം കാണിക്കാനുള്ള മാനദണ്ഡം. ശ്രീ വിനയേന്ദ്രൻ, രണ്ട്, ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇവിടെ നടന്നിട്ടുള്ളത്. അതിന് ദേവസ്വം മാനുവലിന്റെ പ്രശ്നമുണ്ട്. ദേവസ്വം ബോർഡ്, ഉദാഹരണത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് ചെമ്പാണ് എന്ന് പറഞ്ഞാൽ അടുത്ത ദേവസ്വം ബോർഡിന്റെ യോഗത്തിൽ അത് പറയണ്ടേ? എവിടെ കൊണ്ടുപോയി, എന്തിനു കൊണ്ടുപോയി, ആര് വഴി കൊടുത്തുവിട്ടു, അതെല്ലാം ചർച്ചയാവില്ലേ? അപ്പൊ ആ ചർച്ചയാകുന്ന സമയത്തും ഇത് മിനിറ്റ്സ് ആയി വരുന്ന സമയത്തും അതല്ലെങ്കിൽ ഇത് നോട്ടായി വരുന്ന സമയത്തും ഇത് കൊണ്ടുപോകാനും കൊടുക്കാനും ഇളക്കി മാറ്റാനും അത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി പണിതെടുക്കാനും ഒക്കെ തീരുമാനിക്കുകയും കൊടുത്തുവിടുകയും ചെയ്യുമ്പോൾ ഒപ്പിടുന്നത് കമ്മീഷണറോ ഒപ്പിടുന്നത് പ്രസിഡന്റോ ഒക്കെ ആയിരിക്കും. അത് നമ്മുടെ ഭരണ സംവിധാനം അനുസരിച്ച് ഗവർണറാണല്ലോ ഒപ്പിടുന്നത്, അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരാണല്ലോ ഒപ്പിടുന്നത്, ചീഫ് സെക്രട്ടറിയും സെക്രട്ടറിമാരുമാണല്ലോ ഒപ്പിടുന്നത്. അതുകൊണ്ട് അവർ മാത്രമല്ലല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. കാര്യങ്ങൾ ചെയ്യുന്നതും തീരുമാനമെടുക്കുന്നതും രാഷ്ട്രീയ നേതൃത്വമാണ്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവില്ലാതെ, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തീരുമാനമില്ലാതെ, പിന്തുണയില്ലാതെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒരു ദേവസ്വം ബോർഡ് അംഗവും ഈ തരത്തിലുള്ള ഒരു കൃത്യത്തിന് മുതിരും എന്ന് വിശ്വസിക്കാൻ അരിയാഹാരം കഴിക്കുന്നവർക്ക് കഴിയില്ല. കാരണം ഇവിടെ പോലീസില്ലേ, അഴിമതി അന്വേഷണ സംവിധാനമില്ലേ, ദേവസ്വത്തിന് വിജിലൻസ് ഇല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു കൃത്യം നടക്കുമ്പോൾ ഇവരെ എല്ലാം കെട്ടണമെങ്കിൽ ആർക്കേ പറ്റുള്ളൂ, ഇവരൊന്നും മിണ്ടാതിരിക്കണമെങ്കിൽ ആർക്കേ പറ്റുള്ളൂ. അത് സർക്കാരിന് മാത്രമേ കഴിയൂ. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിചാരിച്ചാൽ മാത്രം കഴിയുന്നില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വിജിലൻസിനെ ഒന്ന് ഭയപ്പെടുത്തി നിർത്താം എന്ന് വിചാരിച്ചാൽ അതിന് പുറത്ത് പോലീസ് ഉണ്ടല്ലോ, അതിന് പുറത്ത് അന്വേഷണ സംവിധാനമുണ്ട്, ക്രൈംബ്രാഞ്ച് ഉണ്ട്, അതിന് പുറത്ത് എത്രയോ അഴിമതി നിരോധന സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ കണ്ടില്ല എന്ന് നടിക്കണം, അതല്ലെങ്കിൽ ഈ നടപടികൾ നടന്നോട്ടെ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? നമ്മളിത് എങ്ങനെ അറിയുന്നത്? ബഹുമാനപ്പെട്ട മേഘ, നമ്മൾ ഈ വിഷയം അറിയുന്നത് എങ്ങനെയാണ്? പൊതുസമൂഹം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു തീരുമാനമെടുത്ത് ഹൈക്കോടതി പ്രഖ്യാപിക്കാണ്, ഒരു അന്വേഷണം പ്രഖ്യാപിക്കാണ്. അതിനുള്ള ഉദ്യോഗസ്ഥന്മാരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിക്കുകയാണ്. ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് റിപ്പോർട്ട് ദ കോർട്ട് എന്ന് ഡയറക്റ്റ് പറയുകയാണ്. നിങ്ങൾ ഒരു അന്വേഷണ സംവിധാനം ചെയ്യുമ്പോൾ അന്വേഷണ സംവിധാനത്തിന്റെ ഒരു കാര്യവും മറ്റൊരാളുമായി പങ്കുവെക്കരുത് എന്ന് പറയും. എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു? ഇതേ രാഷ്ട്രീയ നേതൃത്വം, ഇതേ ഭരണ നേതൃത്വം ആ അന്വേഷണ സംവിധാനത്തെ അട്ടിമറിക്കുമെന്നുള്ളത് കൊണ്ടല്ലേ, കോടതിക്ക് പൂർണ്ണമായും വിശ്വാസം നഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ. ഇപ്പോ ശ്രീ വാസു അടക്കമുള്ള ആളുകൾ പ്രതിപട്ടികയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇനി എത്രയോ പേർ വരാൻ കിടക്കുന്നു. ഇത് അങ്ങ് സൂചിപ്പിച്ചതല്ല, മഞ്ഞുമലയുടെ നെറ്റം മാത്രമല്ല, മഞ്ഞുമല പുറത്ത് നിൽക്കാണ്. അത് വലിയ മലയായിട്ട് ഇങ്ങനെ നിൽക്കാണ്. ഇതിനൊരു ഇടയ്ക്കെന്നൊരു ബ്രഹ്മ വെച്ച് പുറത്തേക്ക് എടുക്കുന്ന ഒരു ചീട് കഷ്ണം മാത്രമാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. ഈ വലിയ തട്ടിപ്പ് ഇനി ഇതിൽ മാത്രമല്ല ശ്രീ ബഹുമാനപ്പെട്ട മേഘ, ഇത് ഒരു തിരുവാഭരണ തട്ടിപ്പ്, ഒരു കട്ടിളപ്പാളി ഇളക്കി മാറ്റുന്നത് സ്വർണം തട്ടിച്ച് മാത്രമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട്
അവിടുത്തെ അക്കൗണ്ടുകൾ, അവിടുത്തെ കൊട്ടേഷനുകൾ, അവിടുത്തെ മറ്റ് മണ്ഡലകാലത്തും അല്ലാത്തപ്പോഴും നടക്കുന്ന ഇടപാടുകൾ, അവിടെ നടക്കുന്ന തിരിമറികൾ, ഇതൊക്കെ അന്വേഷണത്തിന് വിധേയമാകേണ്ടതാണ്. അപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ശരി, നല്ല കള്ളത്തരങ്ങൾ ഓക്കെ. അടിച്ചു മാറ്റാനുള്ള, ദേവസ്വം ബോർഡിനെ അടിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ചെയ്യും. ശരി, ഞാനൊന്ന് ഇടപെടുകയാണ്. പ്രൊഫസർ എ ജി ജോർജ്, കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് LDF സർക്കാർ അധികാരത്തിൽ വന്നത്? കിറ്റ് കൊടുത്താണ് അധികാരത്തിലേറിയത്. പക്ഷേ ഇനിയും എങ്ങനെ, എത്രത്തോളം സുഗമമാകും കാര്യങ്ങൾ? അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന വലിയ കൊള്ള, ഒരു ഗൂഢസംഘം, അതൊക്കെ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എൻ വാസുവിൻ വരെ കാര്യങ്ങളെത്തി, എൻ വാസുവിന്റെ അറസ്റ്റ് വരെ കാര്യങ്ങളെത്തി. അതിനുള്ള നടപടികളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് ഇനി കേരള സമൂഹത്തിന് അത് ചോദ്യചിഹ്നമായി, സംശയമായി നിൽക്കുകയാണ്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിക്കൊള്ളട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആയിക്കൊള്ളട്ടെ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന വിഷയം അത് ഏത് തരത്തിൽ, എത്രത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം, LDF-നെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിരോധത്തിലാക്കും? മേഘ, ഇത് ഏറ്റവും ഒടുവിൽ കിട്ടിയതായിട്ടുള്ള ഒരു വലിയ മുഖത്തേറ്റ അടിയാണ്. ഈ സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിന് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. കൂടുതൽ വിസ്തരിക്കുന്നില്ല. കാരണം നമ്മളൊരു ജ്യോതിഷ ഭാഷ കടമെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ CPM-ന്റെ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശനിദശയുടെ സമയമാണ്. കാരണം ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ ഒരു സമയത്ത് വന്നു പെടുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ്, ഈ കൊള്ളയെ സംബന്ധിച്ചുള്ള അന്വേഷണം തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ഇതിനകത്ത് ഇനിയും വളരെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഉന്നത സ്ഥാനീയരായിട്ടുള്ള പല ആളുകളും ഉൾപ്പെടുമെന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല. അങ്ങനെ വരുമ്പോൾ ഇതവരെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമായി മാറിക്കഴിഞ്ഞു. അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ നമ്മുടെ തൊട്ടു മുൻപിലിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിലും സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കെല്ലാം ഒരേ അഭിപ്രായമാണുള്ളത്. അതിനേക്കാൾ വലിയ ഒരു തിരിച്ചടി അവർക്ക് ലഭിക്കാൻ പോകുന്നത് 4 മാസം, 5 മാസം അല്ലെ 6 മാസം കഴിയുമ്പോൾ ഉണ്ടാകുന്ന 2026 ആദ്യ ഭാഗത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കും. അതിനെക്കുറിച്ച് ഒരു സംശയമില്ല. അതുകൊണ്ട് ഇത് വാസ്തുവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കേസായോ അന്വേഷണമായോ പരിമിതപ്പെടുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. SIT എന്ന് പറയുന്നത് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിനേക്കാൾ വളരെ ഉന്നതന്മാരായ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഈ കണ്ണിയുടെ ഭാഗമായി വരും. അത് പാർട്ടിക്കും മുന്നണിക്കും ഉണ്ടാക്കാൻ പോകുന്ന വലിയ ദുരന്തങ്ങൾ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കണ്ട് അറിയാൻ പോവുകയും. ശരി, വ്യക്തമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM-നെ ആകെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് എൻ വാസുവിന്റെ അറസ്റ്റ്. വാസു മാത്രമല്ല, വാസുവിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകണം. ഇപ്പോൾ വാസു വരെ ആയിട്ടേ ഉള്ളൂ. ഇതിൽ അപ്പുറത്തുള്ള ഉന്നതനാര്, ആദ്യ ഉന്നതൻ അറസ്റ്റിലാകുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റ് കൂടുതൽ CPM-ന്റെ ഉന്നതരായ ആളുകളിലേക്ക് ഈ അന്വേഷണം, അറസ്റ്റൊക്കെ കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് ഇനിയും കാത്തിരുന്ന് കണ്ടേ മതിയാകൂ. ചർച്ചയിൽ പങ്കെടുത്ത എന്റെ 4 പാനലിസ്റ്റുകൾക്കും നന്ദി പറയുന്നു. ഡിബേറ്റ് 360 പൂർണ്ണമാവുന്നു. ജയ് ഹിന്ദ്.